നമ്മള് നമ്മള് അശറത്ത ഏ ഓക്കെ വന്നു വന്നാ മീറ്റിംഗ് ഉസ്താദ് السلام عليكم ورحمة الله وبركاته. وعليكم وعليكم السلام السلام. ورحمة الله وبركاته. كيف حالكم يا أحباء؟ നബി ഖൈർ അൽഹംദുലില്ലാ. എന്ത് ഖൈറെന്നാ പറഞ്ഞ? ബിഖൈറിൻ ബിഖൈറിൻ അൽഹംദുലില്ലാ. ബിഖൈറിൻ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അങ്ങനെ പറയാൻ തോന്നിയ ഉസ്താദിന്റെ ക്ലാസ് ആണ് കേട്ടോ. മാഷാ അല്ലാ. എന്റെ ക്ലാസ്സാണ്. അതെ അതെ ഡെഫിനറ്റ്ലി. അപ്പൊ ഇന്നെന്തോ പ്രോബ്ലം ഉണ്ട്, ആ അതാണ് ലേറ്റ് ആയി പോയത്. ഞാനൊരു മാംഗോ എന്താണ്? ഞാനൊരു മാംഗോ ഉസ്താദിന്റെ അഭാവത്തിൽ ഒരു മാംഗോ കാഴ്ചക്കണ കണ്ടിട്ട് അങ്ങനെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നു. മാംഗോ കാഴ്ച നിൽപ്പുണ്ടോ? ഫാത്തിമ നാലകത്തിന്റെ മാംഗോ. ഭംഗി ആസ്വദിച്ചിരിക്കുന്നു പറയാം ഉസ്താദ് വരുന്നവരെ. ഏത്? ആ മാങ്ങയുടെ ഭംഗി ആസ്വദിച്ചിട്ടേ ഇരിക്കായിരുന്നു. മാങ്ങ എവിടെ കിട്ടി? അത് ഫാത്തിമ നാലകത്തിന്റെ അതെ, അത് അവിടെ മാങ്ങ ഉണ്ട്. നമ്മുടെ മാവില് മാങ്ങ പിടിച്ചില്ല ഇപ്രാവശ്യം. ലോകത്തിലെ ഏറ്റവും ഭംഗി ഇത് നല്ല അത് പഴയ fruit പോട്ടാണ്. മാങ്ങ ഉണ്ടാവാറുണ്ട്. മാങ്ങന്റെ സീസണിൽ മാങ്ങ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്കെല്ലാം കൊറിയറിൽ അയക്കാം. തുടങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാവർക്കും വന്ന് വാങ്ങാൻ പറ്റില്ലല്ലോ. ഓൺലൈനിൽ കൂടി പറ്റില്ല. അത് മാത്രമേ പറ്റാത്തുള്ളൂ. ഓൺലൈൻ ഭക്ഷണം കഴിക്കാം. ഓൺലൈനിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഓൺലൈനിൽ കഴിക്കുന്നുണ്ട്. അപ്പോ നമ്മള് എന്താ പറയാ, എല്ലാം ഓപ്പൺ ചെയ്തിട്ടാണ് സാധാരണ. ഒന്ന് ഓപ്പൺ ആയില്ല. പുതിയ ലൈലത്തുൽ ഖദറിന്റെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ അവരിങ്ങനെ തറദ്ദുദാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ എന്ന് പറഞ്ഞു. എന്താണ് സ്കാൻ ചെയ്യുന്നത്, എന്തിനാണ് സ്കാൻ ചെയ്യുന്നത്, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നവരെ സമയത്തോളം നമുക്ക് അവരെ എവിടെയും കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് അടുത്ത 1-ാം തീയതി നമുക്ക് പുതിയ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയുള്ള പരിപാടി. ഫാത്തിമ നാലകത്തിന്റെ മാങ്ങയാണ്. മാങ്ങയും അവിടെ കുറെ കലങ്ങളൊക്കെ ഉണ്ടല്ലോ. കലമാണോ അത് എന്താ പറയാ, പോട്ടാണോ വളർത്തുന്ന? എന്തായിരുന്നാലും വളരെ ബ്യൂട്ടിഫുൾ. അല്ലാഹു ഈത്തപ്പഴത്തിനേക്കാളും വ്യത്യസ്ത തലങ്ങൾ മാമ്പഴം നമ്മുടെ നാട്ടിലുണ്ട്. ആപ്പിളിനേക്കാളും വില കൂടുതലാണ്. പക്ഷെ നമ്മൾ ആപ്പിളെ കഴിക്കുള്ളൂ, അതാ പ്രശ്നം. വില കൂടുതൽ നോക്കുമ്പോൾ ആപ്പിളിനേക്കാളും വിലയാണ് മാമ്പഴത്തിന്. അതെ, അത്ര ടേസ്റ്റ് വേറെ ഒന്നിനും കാണാനില്ലെന്ന് പറയാം. അതെ. വിഷടിക്കാണ്ട് ഇപ്പൊ അതാ കുഴപ്പം. മുസ്തബിഹം വഗൈറ മുതശാബിഹ്. മുസ്തബിഹൻ വഗൈറ മുതശാബിഹ്. ഒരേ മാമ്പഴമാണെന്ന് വിചാരിക്കും, എന്നാൽ വ്യത്യസ്ത ഇനമാണ്. യുസ്കാ മിൻ മാഇൻ വാഹിദിൻ. ഒരു വെള്ളത്തിലാണ് ഇതെല്ലാം ഒരു വെള്ളമാണ് ഇതിനെല്ലാം ജലസേചനം നടത്താൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഖുർആനിൽ അനുവാചകർ കണ്ടിട്ടുള്ള പദങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫനസും മാങ്ങയൊന്നും മാങ്ക അല്ലെങ്കിൽ അൻബജ് ഒന്നും ഖുർആനിൽ കാണാത്തത്. അല്ലെങ്കിൽ ഒരുപാട് പദങ്ങളുണ്ടല്ലോ. ഫവാക്കിഹ കസീറത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാക്കിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. അതൊരിക്കലും അതിന്റെ വിളവെടുപ്പ് തീരുകയില്ല. മഖ്തൂഅ ആവുകയില്ല, മംനൂഅ ആവുകയില്ല. മഖ്തൂഅത്തിൻ വലാ മംനൂഅ. അപ്പൊ എല്ലായ്പ്പോഴും നമ്മള് ഫാമിൽ ചെന്ന് ചോദിച്ചാൽ ഓൾ സീസൺ എന്നൊക്കെ പറയും. ഓൾ സീസൺ എന്ന് പറഞ്ഞാലും അതിൽ കാ പിടിക്കാത്ത ഒരു സമയമുണ്ട്. അതേസമയം സ്വർഗത്തിലാണെങ്കിൽ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. അതേപോലെ ഖുതൂഫുഹാ ദാനിയത്തിൻ, എപ്പോഴും അത് താങ്ങ് തന്നെ ഉണ്ടാവും.
എപ്പോഴും നമുക്ക് പഠിക്കാൻ വേണ്ടി അത് എന്താ പറയാ കയ്യെത്തുന്ന ദൂരത്തായിരിക്കും ഉണ്ടാവുക. കയ്യെത്താ ദൂരത്തല്ല, കയ്യെത്തുന്ന ദൂരത്തെ. നമുക്ക് ആ ഇതങ്ങ് കളയാം. നമുക്ക് സിംഗിൾ ഇത് കൊടുക്കാം. ഓക്കെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ طيبا مباركا كما يحب ربنا ويرضى. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وما زلنا ندرس الدورة الثانية، الكتاب الثانية من دروس اللغة العربية لغير الناطقين بها. وقد قرأنا الدرس أي درس؟ هادي عشر. الدرس الحادي عشر. الدرس الحادي عشر. وما زلنا نقرأ التمارين. التمرين القادم ستة. التمرين القادم ايش؟ ستة. التمرين السادسة أو تمرين رقم 6. إما أن تقول التمرين رقم 6 أو تقول التمرين السادس. تمرين നമ്പർ 6 എന്ന് പറയാ, അല്ലെങ്കിൽ 6ാമത്തെ തംരീൻ ആണ് നമ്മൾ വായിക്കുന്നത്. حول المبتدأ في كل من الجمل الآتية إلى جمع. അപ്പോ അൽ മുബ്തദ ബിഗിനിങ് പാർട്ട് ഓർ ഇൻട്രോഡക്ടറി പാർട്ടിനെ എന്ത് ചെയ്യണം? ഹവ്വിൽ എന്താ വേണ്ടത്? അതിനെ ചേഞ്ച് ചെയ്യണം. അൽ മുബ്തദ ഫി കുല്ലി മിനൽ ജുമൽ ആതിയ ഇലാ ജംഇ, അതില് ജം ആക്കി മാറ്റണം. താലിബു എന്നുള്ളത് എന്താക്കണം? അത്തുല്ലാബു. അപ്പൊ ബാക്കി എന്താവും? يدخلون. الطلاب يدخلون യദ്ഖുലൂന അൽ-ഫസ്ല. യദ്ഖുലൂന അൽ-ഫസ്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് യദ്ഖുലൂന അൽ-ഫസ്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ? സ്റ്റുഡൻസ് ആർ എൻറ്ററിങ് ഇൻ ദ ക്ലാസസ്, അല്ലെ? അവർ ക്ലാസ്സുകളിൽ പ്രവേശിക്കുകയാണ് എന്ന് പറയുന്നല്ലേ നല്ലത്. ഒരു ക്ലാസ് ആണെങ്കിലോ എല്ലാവരും ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണെങ്കിലോ എല്ലാവരും ഫസൽ എന്നാണ് ഇവിടെ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും ഒരു ക്ലാസ്സിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പം ബെല്ലടിക്കുമ്പോൾ തുല്ലാബ് യദ്ഖുലൂന അങ്ങനെ കുഴപ്പമില്ല. തുല്ലാബ് യദ്ഖുലൂന ഫസ്ല ആയിക്കോട്ടെ. അല്ലെങ്കിൽ യദ്ഖുലൂന ഫുസൂല എന്ന് പറയാം. വേരിയസ് ക്ലാസ്സസ് ആണെങ്കിൽ വേരിയസ് ക്ലാസ്സുകൾ പ്രവേശിക്കുന്നു. സ്കൂളിൽ ജനറൽ ആയിട്ടാണ് പറയുന്നതെങ്കിൽ യദ്ഖുലൂന ഫുസൂല, അവരെല്ലാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ അത്തുല്ലാബു യദ്ഖുലൂന ഫസ്ല, കുട്ടികൾ ക്ലാസ്സിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. അർറജുലു യഅകുലുൽ അറുസ. അറുസ എന്താണ്? അരി 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 അല്ല. നിങ്ങളൊക്കെ അരി തിന്നുന്നുണ്ടോ അവിടെ തൃശ്ശൂരൊക്കെ? ചോറ്. ചോറ്. ഈറ്റിംഗ് ദ റൈസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് പറയും? ചോറ് തിന്നുന്നു. ദേ ആർ ഈറ്റിംഗ് ദ റൈസ്. ഹിന്ദിയില് പ്രശ്നമായിരിക്കും. ഇതിലെന്താ പറയുന്നത്? ചോറെന്ന് പറഞ്ഞ കള്ളൻ. ചാവലെന്നും പറയും, ഭാത്ത് എന്നും പറയാം. ചോറ് അല്ല, റുസ് ചോറ്. ഈ ചില സ്ഥലത്ത് യഖുലു നാ പോകുന്നുണ്ടല്ലോ. ഉദാഹരണം പറയണ അവിടെ. ഉദാഹരണം തുല്ലാബു യദ്ഖുലൂന എന്നുള്ളത് യദ്ഖുലൂ ഫസല, അങ്ങനെ എവിടെയോ ഉദാഹരണം പറയും. ഉദാഹരണം അറിയില്ല. ഉദാഹരണം നമ്മള് ഡൗട്ട് ചോദിക്കുമ്പോ ഉദാഹരണം അവിടെ അണ്ടർലൈൻ ചെയ്തു അല്ലെങ്കിൽ നോട്ടിൽ എഴുതിയിട്ടോ. ചില സ്ഥലത്ത് നാ ഇല്ലാതെ എങ്ങനെ പറയും, വായിക്കുമ്പോ എവിടെയോ കണ്ടീഷൻ വരുമ്പോഴാണോ? എനിക്ക് സബ്ജക്റ്റ് എനിക്ക് മനസ്സിലായി, കണ്ടീഷൻ വരുന്നൊന്നുമല്ല. പക്ഷെ നമ്മൾ ആ ഉദാഹരണത്തിലൂടെ പറഞ്ഞാലേ അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടൈം വേസ്റ്റ് ആകുന്നത് വരെ ഉണ്ടാവുള്ളൂ. ആകാശത്തിൽ നിന്നല്ല നമ്മൾ പഠിക്കേണ്ടത്,
എന്താണ് വിഷൻ ഉണ്ട്, അതേപോലെ വീഡിയോ ഉണ്ട്, പിക്ചർ ഉണ്ട്, റീഡിംഗ് ഉണ്ട്. ഇതെല്ലാം അതിന്റെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നു, സംസാരിക്കുന്നു. നിങ്ങളുടെ ഈവൻ കുശലം പറയുന്നതും ഈ പാണത്തിന്റെ ഭാഗമാണ്. ഞാൻ വന്നിട്ട് ഇങ്ങനെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്തായാലും ബലം പിടിച്ച് കേട്ടൊരു രീതിയാണ്. നിങ്ങളുടെ മൈൻഡ് ഫ്ലെക്സിബിൾ ആവില്ല. കൃഷിയിടത്തിൽ മണ്ണ് ഇളക്കിയിട്ട് വേണം വിത്തില് എന്ന് പറയുന്നത് പോലെ ഒരു ഭാഗമാണ് ഐസ് ബ്രേക്കിംഗ് എന്ന എല്ലാ ട്രെയിനിങ്ങിലും പറയും. അതുപോലെ സംഭവം അതൊക്കെ എന്താണ് അതിൽപ്പെട്ടതാണ്. അപ്പൊ അതേപോലെ ഉദാഹരണം വരുമ്പോ പറഞ്ഞോ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഉദാഹരണം എഴുതി വെച്ചിട്ട് അടുത്ത് ക്ലാസ് ചോദിക്കുക. അപ്പൊ ആ ചുരുക്കി പറഞ്ഞാൽ അത് യമാഫത്ത് വരുമ്പോഴാണ് പോകുന്നത് കേട്ടോ. ന്യൂനുള്ള പദത്തെ ബഹുവചനത്തിന്റെ ന്യൂനുള്ള പദത്തെ അടുത്ത നാമത്തിലേക്ക് ചേർക്കുമ്പോൾ ഇതിന്റെ നൂല് പോകും, ഒന്നാമത്തെ നൂല് പോകും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും ഉദാഹരണം. ഖുർആനിലെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ الرجال يأكلون الأرز الثالث العامل يعمل في المصنع 8 ساعات. العامل يعملون العامലിന്റെ ബഹുവിൽ എന്താ ഞാൻ പറഞ്ഞത്? ഉമ്മാൽ എന്ന് ഉപയോഗിക്കണം. പണിക്കാര് എന്ന അർത്ഥം വരുമ്പോൾ ഉമ്മാൽ എന്നാണ് ഉപയോഗിക്കുന്നത്. ഫൽയഅമലിൽ ആമിലൂന എന്നൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോ പണിയെടുക്കുന്നവർ പണിയെടുക്കുക എന്നാണ് അങ്ങനെ പറയാം. അതെന്താണ്? ജനറലി ദ വൺ ഹൂ വർക്ക്സ് എന്ന അർത്ഥത്തിലാണ് ആമിലൂന അല്ലെങ്കിൽ ദോസ് ഹു ആർ വർക്കിംഗ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് യഅമലൂന എന്ന് ഉപയോഗിക്കുന്നത്. അതേസമയം ലേബേഴ്സ് പണിക്കാര് എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അൽ ഉമ്മാലു ആണ് ഉപയോഗിക്കുന്നത്. അൽ ഉമ്മാലു يعملون يعملون في المصنع 8 ساعات. ബാക്കിയൊന്നിലും വ്യത്യാസമുണ്ട്. 8 ساعات 8 ساعات. സമാനി എന്നത് സാഅത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സമാനി എന്ന പുല്ലിംഗ പദം ഉപയോഗിക്കുകയും പുല്ലിംഗ കൗണ്ടിങ് ഉപയോഗിക്കുകയും സആത്തിനെ ബഹുലിംഗം ഉപയോഗിക്കുകയും എന്നിട്ട് അതിനെ കസ്ർ കൊടുക്കുകയും വേണം. സമാനിയ സആത്തിൻ. നേരത്തെ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. പുതിയത് പഠിക്കുകയും വേണം, പഴയത് മറക്കാതിരിക്കുകയും വേണം. അതാണ് സ്റ്റുഡൻസിന്റെ പ്രത്യേകത. ചില അധ്യാപകരെന്ന് പറഞ്ഞാൽ പഴയത് മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കില്ല എന്ന് പറയും. നേരത്തെ പഠിച്ച എന്താണ് അവരുടെ പ്രതികരിക്കുകയും തെറ്റ് ചെയ്യുക പഠിച്ച കാര്യം മറന്നൊന്നും പോകില്ല, ഒട്ടും മറക്കില്ല. പക്ഷെ പുതിയ കാര്യമൊന്നും ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. അങ്ങനെയല്ല, പുതിയത് പഠിക്കുകയും വേണം, പഴയത് മറക്കാതിരിക്കുകയും വേണം. ഓക്കെ. الرابع التاجر يفتح الدكان في الساعة الثامنة. التجار يفتحون അല്ല, يفتحون കഴിഞ്ഞിട്ട് അടുത്തത് എല്ലാരും കൂടെ ഒരു ദുഃഖാനാണോ തുറക്കുക? അവിടെ പ്ലൂറൽ വേണം. അവിടെ പ്ലൂറൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ദുഃഖാന്റെ ബഹുവചനം എന്താണ്? മറന്നു. ദക്കാക്കീനു എന്നാണ്. ഇവിടെ എന്ത് ചെയ്യണം? നെസ്ബ് കൊടുക്കണം. അതിനെ തുറക്കുകയാണ്, അതിനെ തുറക്കുന്നു. അപ്പം മഫ്ഊലുൻ ബിഹിയാണ്. التجار يفتحون الدكاكين في الساعة الثامنة. അപ്പൊ ഇവിടെ സാഅത്തും സാമിനത്തും ഒരേ ജെൻഡറിൽ വരാൻ കാര്യം എന്താ? നേരത്തെ സമാനിയ മസ്കുലിനും സാഅത്ത് ഫെമിനിനുമാണ് ഉപയോഗിച്ചത്. ഇവിടെ സാഅത്ത് സ്ത്രീലിംഗം, സമാനത്തും സാമിനത്തും സ്ത്രീലിംഗം. മഅദൂദ് ആദ്യം വന്നുകൊണ്ടാണ്. മഅദൂദ് ആദ്യം വന്നുകൊണ്ടല്ല. ഇവിടെ കൗണ്ടിങ് എന്ന പ്രൊസീജിയർ അല്ല, മറിച്ച് എന്താണ്? ഇവിടെ വിശേഷണമാണ്. മണിക്കൂറിൽ അല്ലെങ്കിൽ മണിക്ക്, 8ാമത്തെ
അപ്പൊ സാഅത്തി സാമിനത്തി എന്ന് 8 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് എന്ന് പറയുമ്പോൾ അതിന് ഓർഡിനൽ കൗണ്ടിങ് ആണ് ഉപയോഗിക്കുക. ക്രമപ്രകാരമുള്ള എണ്ണം, ക്രമപ്രകാരമുള്ള സംഖ്യ. അപ്പൊ ആ സാഅത്തു സാമിനത്തും എന്നാണ് പറയുക. അപ്പൊ 8 മണി എന്ന് പറയുമ്പോൾ അത് സാഅത്തും സാമിനത്തും എന്താണ്? രണ്ടും gender ഒരേ ആയി. ജെൻഡർ ആയിരിക്കും. അപ്പൊ സാമിനത്ത് സാഅത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് അതിനെ പോലെ തന്നെ സാമിനത്തിനും സാവുണ്ട്. സാഅത്തിനെ മാറ്റാൻ പറ്റില്ലല്ലോ. സാഅത്തിന് സാഅത്ത് എന്ന് പറയാൻ പറ്റുമോ? വേറെ സാഹചര്യം. الساعة الثامنة. الخامس الطبيب يذهب الآن إلى المستشفى. الأطباء الأطباء يذهبون الأطباء الآن يذهبون الآن. إلى ഇങ്ങോട്ട് പോകുന്നവര് മുസ്തഷ്ഫ. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. أختي تبحث عن المكنسة. أختي أخواتي تبحث عن أخواتي المكنسة. تبعثنا تعبئسنا എന്നാണോ? تبحثون ബഅസ്ന يبعثنا. يبحثون يبعثنا. أخواتي يبعثن عن المكنسة. അപ്പൊ എല്ലാരും കൂടെ ഒരു ചൂലിനെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ബഹുവചനം വേണ്ട. യബഹസ്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്വേഷിക്കൂ. സെർച്ച് ചെയ്യുന്നു. ബഹസ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. സെർച്ച് ചെയ്യാവുന്ന അർത്ഥമുണ്ട്, റിസർച്ച് ചെയ്യാവുന്ന അർത്ഥമുണ്ട്. ഇവിടെ മിക്കനസ് ആയതുകൊണ്ട് മിക്കസിനെ കുറിച്ച് റിസർച്ച് ചെയ്യല്ല, നോക്കുക, അന്വേഷിക്കൂ. അതിനെ കുറിച്ച് സെർച്ച് ചെയ്യാണ്. അൽ മുദർരിസത്തു തദ്ഖുലുൽ ഫസ്ല ഫി الساعة الثامنة. المدرسات المدرسات يدخلنا يدخلون الفصل. يدخلن. المدرسات يدخلن. يدخلن المدرسات يدخلن الفصل. فصول. ഇവിടെ എല്ലാരും കൂടെ നേരത്തെ പറഞ്ഞ കുട്ടികളെല്ലാം കൂടെ ഒരു ക്ലാസ്സിൽ കയറിയാലും പല ക്ലാസ്സിൽ കയറിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ അധ്യാപകരെല്ലാം ഒരു ക്ലാസ്സിൽ കയറണം. അധ്യാപകരെല്ലാം കൂടെ يدخلن الفصول في الساعة الثامنة. നമ്മളെ ഇവിടത്തെ പോലെ അല്ല, അവിടെ 8 മണിക്ക് ക്ലാസ് കയറും. നേരെ ചില സമയത്ത് 6 മണിക്കും കയറും. സൂര്യോദയം ലേറ്റ് ആയിട്ടാണെങ്കിൽ ലേറ്റ് ആയിട്ടാണ് ക്ലാസ് തുടങ്ങുക. സൂര്യോദയം നേരത്തെ ആണെങ്കിൽ നേരത്തെ ക്ലാസ് തുടങ്ങും. المدرسات يدخلن الفصول في الساعة الثامنة. അപ്പൊ സാഅത്തും സാമിനത്തും ഒരേ ജെൻഡർ പറയാൻ കാര്യം എന്താണ്? ഓർഡിനൽ കൗണ്ടിങ് ആയതുകൊണ്ട് ആദ്യത്തിന്റെ വിശേഷമാണ് രണ്ടാമത്തേത്. അത്വാലിബത്തു തക്തുബു ദർസ. താലിബാത്തു നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ പറഞ്ഞാന്നില്ലേ, റഹസ്ന പറഞ്ഞ പോലെ. യക്തുബിന ദർസ, അതെല്ലാം പാഠമെഴുതുന്നു. التاسع زميلة أختي. زميلة أختي تعرف اللغة الفرنسية. زملاء. ജമീലത്തിന്റെ ബഹുവചനം എന്താ? زميلات. ജമീലാത്തു. ജമീലാത്തു. زميلات. ജമീലാത്തു ഉഖ്തി. زميلات. എന്ത് ചെയ്യുന്നു? അഖവാത്ത് വേണ്ട ഇവിടെ. സഹോദരിയുടെ കൂട്ടുകാരികളെന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. زميلات أختي. يعرفنا. يعرفن اللغة الفرنسية. അവരെന്ത് ചെയ്യുന്നു?
ഫ്രഞ്ച് ഭാഷയിൽ അല്ലേ? ഫ്രഞ്ച് ഭാഷ لغة അറിയുന്നു. الفرنسية. العاشر بنت عمي تدرس في المدرسة الثانوية. بنات عمي بنات عمي بنات عمي يدرسن يدرسون يدرسن في المدرسة الثانوية. بالمدرسة الثانوية. اوكي. النث الفاعل في كل من الجمل الآتية. السابع التمرين السابع النث. النث نرجع مؤنث آكوغا. make it feminine. النث مؤنث نرجع feminine. النث نرجع على كريارو. النث يؤنث مؤنث آكوغا. مؤنث എന്ന വാക്കിൽ നിന്നാണ് പിന്നെ النث എന്ന ക്രിയ ഉണ്ടാക്കിയത്. الفاعل في كل من الجمل الآتية. In each of the sentences. جمل الآتية. أين يدرس أخوك؟ مثل فاعل في كل. ഇവിടെ അഖൂക്ക എന്നുള്ളത് ഇവിടെ റെഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ഫാലിനെ കണ്ടുപിടിക്കണം. ഫാലിനെ സ്ത്രീലിംഗമാക്കണം. അയിന യദുർസു അഖൂക്ക എന്നാണ് ചോദിച്ചത്. അഖൂക്ക യാ അലിയു എന്ന് പറഞ്ഞു. യദുർസുവിന് പകരം അയിന തദുർസു അഖൂ എന്നാണ് മാറ്റിയാൽ ഉഖ്തു ആക്കണം. പിന്നെ യദുർസുവിന് പകരം തദുർസു ആക്കണം. യാ അലിയു. أين تدرس أختك يا علي؟ يشرب أبي القهوة. شرط واجل يشرب أبي القهوة. دورين. تشرب أمي تشرب القهوة. أمي القهوة. أمي القهوة. تشرب أمي القهوة. الثالث يلعب الطفل مع أخته. يلعب الطفل تلعب الطفل طفلിന്റെ സ്ത്രീലിംഗം എന്താ? طفلة. طفلة. تلعب الطفلة مع تلعب الطفلة مع أخته. أخته എന്നാണ് പറയുന്നത്. مع أختها ആ കുട്ടിയുടെ സഹോദരിയോട്. مع أختها. مع أختها അവരുടെ സഹോദരിയോടൊപ്പം. تلعب الطفل مع أختها. الرابع يذهب الطالب إلى المدرسة. يذهب الطالب تذهب الطالبات الطالبة إلى المدرسة. الخامس أين يجلس المدرس؟ أين تجلس المدرسة. أين تجلس المدرسة؟ تأمل ما يلي. ശ്രദ്ധിച്ച് വായിക്കുക. അത് ഈ സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തദ്ഹബു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ പഴയ സ്ലൈഡൊക്കെ എടുത്ത് നോക്കിയാൽ, പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഹിയ തദ്ഹബു അൻത തദ്ഹബു. യദ്ഹബു യദ്ഹബു അവസാനം പട്ടികയൊക്കെ പറഞ്ഞതിന് ശേഷം യദ്ഹബു യദ്ഹബൂന തദ്ഹബു തദ്ഹബൂന അദ്ഹബു നദ്ഹബു ഇദ്ഹബ് ഇദ്ഹബു ലാ തദ്ഹബ് ലാ തദ്ഹബു ജാഹിബുൻ മദ്ഹൂബുൻ ദഹാബുൻ ഹിയ ദഹബത് ഹിയ തദ്ഹബു എന്ന് പറഞ്ഞതിന് ശേഷം അൻത തദ്ഹബു ഹിയ തദ്ഹബു എന്ന സംഭവങ്ങളെ കാണാൻ പറ്റും. അൻത തദ്ഹബു ഹിയ തദ്ഹബു. അപ്പൊ തദ്ഹബു എന്ന വാക്ക് പറയുമ്പോൾ ആ വാക്ക് അൻത തദ്ഹബു നീ പോകുന്നു എന്നതിനും ഉപയോഗിക്കും, അവൾ പോകുന്നു എന്നതിനും ഉപയോഗിക്കും. ഇതിലാർക്കെങ്കിലും കോംപ്ലിക്കേഷൻ കൺഫ്യൂഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. അന്ത ആണിനും പെണ്ണിനും ഉപയോഗിക്കും. അന്ത ആണിനും പെണ്ണിനും ഉപയോഗിക്കോ? അല്ലേ? അന്ത ആണിനും പെണ്ണൊന്നും ഉപയോഗിക്കും. തദ്ഹബു എന്ന വാക്ക് നീ പോകുന്നു എന്ന് പറയാനും ഉപയോഗിക്കും, അവൾ പോകുന്നു എന്ന് പറയാനും ഉപയോഗിക്കും. ഇപ്പൊ നീ ഒരു പെണ്ണ് പോകുന്നു അത് വേറെ, അതിലേക്ക് വരാൻ. പെണ്ണിനെ ഇപ്പൊ നമ്മൾ വിടണ്ട. പെണ്ണിനെ ഇപ്പൊ നമ്മൾ വിടണ്ട. പെണ്ണിനെ ഇപ്പൊ നമ്മൾ വിടണ്ട, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഹിയ തദ്ഹബു, അവള് പോട്ടെ. മുന്നിൽ നിൽക്കുന്ന പെണ്ണിനോട് പോകാൻ പറയണ്ട.
അന്ത തദ്ഹബു, നീ പോകുന്നു എന്ന് പറയാൻ അന്ത തദ്ഹബു എന്ന് ഉപയോഗിക്കും. അതേപോലെ അവൾ പോകുന്നു എന്ന് പറയാൻ വേണ്ടി ഹിയ തദ്ഹബുവും ഉപയോഗിക്കും. ഹവ്വിനിൽ ഫിഅല ഫീ കുല്ലിൻ മിനൽ ജുമല്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭാഷ മൊത്തത്തിൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് മനസ്സിലാക്കപ്പെടുക. അത് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയിരുന്നാലും അറബി ആയിരുന്നാലും ഏത് ഭാഷയായിരുന്നാലും. അതുകൊണ്ട് അറബിക്ക് പ്രത്യേകം നമ്മൾ അങ്ങനെ ഇത് കോംപ്ലിക്കേഷൻ ആണ് എന്നൊരു ചിന്താഗതിയേ ഉണ്ടാകാൻ പാടില്ല. മലയാളത്തിൽ ഒരുപാട് വാക്ക് അതേപോലെ നമുക്ക് കോംപ്ലിക്കേഷൻ ഉള്ളത് ഉണ്ടാകും. അന്നേരം നമ്മൾ പറഞ്ഞിട്ട് ചിന്തിച്ചു നോക്കുക, മലയാളം പ്രിന്റഡ് ലാംഗ്വേജ് പഠിച്ചിട്ട് വരുന്ന ആൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്. അപ്പൊ അതെല്ലാം കോണ്ടെക്സ്റ്റിൽ നിന്ന് മാത്രമേ മനസ്സിലാവൂ, സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കി മാത്രമേ മനസ്സിലാവൂ. ഇവിടെ പ്രത്യേകിച്ചും അറബികൾ ഉദ്ദേശിച്ചത് ഇതായിരിക്കാം. തദ്ഹബു എന്ന വാക്ക് അവൾ പോകുന്നതിനും ഉപയോഗിക്കാം, നീ പോകുന്നതിനും ഉപയോഗിക്കാം. അപ്പൊ രണ്ടിന് പുതിയൊരു വാക്ക് വേണ്ടതില്ല. കാരണം മുന്നിൽ നിൽക്കുന്ന ആളോട് പറയുന്നതും മറഞ്ഞ ആളെ കുറിച്ച് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മുന്നിൽ നിൽക്കുന്ന ആളെ കുറിച്ചാണ് അല്ലെങ്കിൽ ആളോടാണ് രണ്ട് വാക്കും പറയുന്നതെങ്കിൽ, ആണെന്ന് പെണ്ണ് ഒരേ രൂപമാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം അത് കോംപ്ലിക്കേഷൻ ഉള്ളൂടെ. അങ്ങനെയല്ല, മറിച്ച് മുന്നിൽ നിൽക്കുന്ന ആളോട് തദ്ഹബു എന്ന് പുരുഷനെ കുറിച്ചാണ് പറയുന്നത്. മറഞ്ഞ പെണ്ണിനെ കുറിച്ച് ഹിയ തദ്ഹബു എന്ന് പറയും. അപ്പൊ അതിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഖുർആൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ബിലിസാനിൻ അറബിയിൻ മുബീൻ, സുവ്യക്തമായ അറബി ഭാഷയിൽ. പിന്നെ അതേപോലെ വലം യജ്അൽ ലഹു ഇവജ, അതിൽ കോംപ്ലിക്കേഷൻ ഇല്ല. പിന്നെ പറഞ്ഞാൽ നിങ്ങൾ തഖ്വ ഉണ്ടാകുന്നതിനാകുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, അറബി ഭാഷ ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ അറബി ഭാഷ ഉള്ളത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ തഖ്വ ഉണ്ടാവുക? الذي أنزل قرآنا عربيا أنزل القرآن بلسان عربي مبين لعلكم تعقلون എന്ന് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. വലഅല്ലഹും യത്തഖൂൻ, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി അറബി ഭാഷ ഇറക്കിയിരിക്കുന്നു. എന്താ, അറബി ഭാഷയെ മനസ്സിലാവില്ലേ പിന്നെ ഗ്രഹിക്കാൻ വേണ്ടി ഇറക്കിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ വലഅല്ലഹും യത്തഖൂൻ, അവർ തഖ്വയുള്ളവരാകാൻ വേണ്ടി അറബി ഭാഷ ഇറക്കിയിരിക്കുന്നു. തഖ്വയുള്ളവരാകണമെങ്കിൽ അറബി മനസ്സിലാവണ്ടേ? മനസ്സിലാകാത്ത ഒരു സംഭവം ഇല്ല. അതൊന്ന്. മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇതിപ്പം AD 571 നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 40 വർഷം കഴിഞ്ഞിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടുന്നത്. അതിനുശേഷം ആണ് ഇറങ്ങുന്നത്. 610 ഖുർആൻ അവതരിക്കുന്നത്. അപ്പൊ AD 610 അവതരിച്ച അതേ ശൈലി ഭാഷ ക്രമം തന്നെയാണ് ഇന്നും ഉള്ളത്. അന്നുണ്ടായിരുന്ന ഒരു ഭാഷയും ഇന്ന് അതേ രീതിയിൽ നിലവിലില്ല. അപ്പൊ ഈ ഭാഷ എളുപ്പമായത് കൊണ്ടല്ലേ അതങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് എല്ലാം മാറിപ്പോയി. ഷേക്സ്പിയറിന്റെ ബുക്ക് എടുത്ത് വായിച്ചു നോക്കാൻ മനസ്സിലാവും. ജൂലിയസ് സീസറോ അതേപോലെ ക്ലിയോപാട്രയോ അതുപോലുള്ള നാടകങ്ങളൊക്കെ എടുത്ത് വായിച്ചു ഒന്നും മനസ്സിലാവും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ഷേക്സ്പിയറിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഒരു വർക്കുണ്ടാവും. അപ്പൊ ജൂലിയസ് സീസർ വഴിയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഭാഷയെല്ലാം തഴയപ്പെട്ടത് അല്ലെങ്കിൽ അതൊക്കെ മാറ്റത്തിരുത്തലിന് വിധേയമായത് ആ ഭാഷ എളുപ്പമല്ലാത്തതുകൊണ്ടാണ്. അത് വ്യത്യസ്തമായി ഈ ഭാഷ എളുപ്പമുള്ളതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ മാത്രമാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. ഹവ്വിനിൽ ഫിഅല ഫീ കുല്ലി മിനൽ ജുമലിൽ ആറ്റിയത്തി ഇലാ മുളാരി. അപ്പൊ ഹവ്വിനിൽ ഫിഅല കൺവെർട്ട് ദ വെർബ് ഫീ കുല്ലി മിനൽ ജുമലി ഫ്രം ഇൻ ഈച്ച് ഓഫ് ദ സെന്റൻസസ് അല്ലാത്തിയ ഫോളോയിങ് ഇലാ മുളാരിൻ ഇത് പ്രസന്റ് ടെൻസ് ഓർ മുളാരിയിലേക്ക് മാറ്റുക. അന ദഹബതു ഇല സൂഖി. അപ്പൊ അതിനെന്ത് ചെയ്യണം, അന അദ്ഹബു ഇല സൂഖി എന്നാക്കി. അന ദഹബത്തു എന്നതിന് പകരം അന അദ്ഹബു എന്നാക്കി. അപ്പോ അസ്സാനി ഗസലൽ വലദു വജ്ഹഹു ബിസ്സാബൂനി. യഗ്സിലുൽ വലദു വജ്ഹഹു ബിസ്സാബൂനി. സോപ്പിട്ട് മുഖം കഴുകുന്നു. അന്നൊന്നും കണ്ടുപിടിച്ചില്ല സോപ്പിട്ട് മുഖം കഴുകാൻ പാടില്ല. കണ്ടുപിടിച്ചിട്ടുണ്ട് സോപ്പിട്ട് മുഖം കഴുകാൻ പാടില്ല. കാരണം സോപ്പിലുള്ള ചില സംഗതികളെല്ലാം നമ്മുടെ രോമകൂപങ്ങളിലൊക്കെ കയറി ഇതാണ്.
ഒന്ന് ചാറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാണ്. രോമകൂപങ്ങളെല്ലാം എന്ത് ചെയ്യണം? എപ്പോഴും പ്രവർത്തനക്ഷമമാണ്. എല്ലാം രോമകൂപങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും യഗ്സിലുൽ വലദു വജ്ഹഹു ബിസ്സാബൂനി. അസ്സാലിസ് അത്തുല്ലാബു ഖറജു മിനൽ ഫസ്ലി. الطلاب يخرجون അത്തുല്ലാബു യഖ്റുജൂന മിനൽ ഫസ്ലി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്ലാസ്സിൽ നിന്നും പുറത്തു പോകുന്നു. ബിഅയ്യി ജാമിഅത്തിൻ ദറസ്ത യാ ഫൈസൽ. ജാമിയാത്തിൻ എന്താ ചെയ്യേണ്ടത്? بأي جامعة ദറസ്ത എന്താക്കണം? മുനാരിയാക്കണം. യാ ഫൈസലു. ഫൈസൽ എന്തായിരുന്നു തദ്റുസ് ആക്കുന്നത്? അല്ല, അതെ, തദ്റുസ്. അത് അഡ്രസ്സിംഗ് ആണ്. യാ ഫൈസൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈസലിനെ അഡ്രസ് ചെയ്യാം. അപ്പൊ തദ്റുസ് ബിഅയ്യി ജാമിഅത്തിൻ തദ്റുസു. യാ ഫൈസലു ഒന്ന് അഡ്രസ് ചെയ്യാണ്. എന്ത് ചെയ്യണം? തദ്റുസു, നീ പഠിക്കുന്നു. യാ ഫൈസൽ. الخامس الطالبات دخلن الفصل. يدخلن الفصل. الطالبات يدخلن الفصل. هذا السادس. لعبت آمنة مع أختها. لعبت എന്താണ്? ലളിതത്തിന്റെ അപൂർണക്രിയ ആമിനയോട് ചേർത്ത് പറയുമ്പോൾ എന്ത് വേണം? തലബു ആണോ? തലബു ആണോ എന്നുള്ളതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? തലബു ആണെന്നുള്ളതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? അവൻ കളിക്കുന്നു. ശരി, ഞാൻ ചോദിക്കുന്നത്, നേരത്തെ നമ്മൾ അൻത തൽഹബു എന്ന് പറയുമ്പം തൽഅബുവിന്റെ ഇവിടെ അൻത തൽഅബു എന്നും പറയാം, നീ കളിക്കുന്നു എന്നും പറയാം. ഇവിടെ ആമിനയെ കുറിച്ച് പറയാണ് തൽഅബു ആമിനത്തു മാ ഉഖ്തിഹ. ആർക്കെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? ആമിന കളിക്കുന്നു അല്ല വേറെ ഏതെങ്കിലും ആണുങ്ങളെ കളിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മുന്നിൽ നിൽക്കുന്ന ആളിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വല്ല ഇതുണ്ടോ? ഇല്ല. ആമിന കളിക്കുന്നു. ആമിന കളിക്കുന്നു ആമിനെ അഡ്രസ് ചെയ്തിട്ടല്ല. അവൾ കളിക്കുന്നു. ആമിന എന്ന അവൾ കളിക്കുന്നു. ആമിന എന്ന അവൾ കളിക്കുന്നു. അവളുടെ സൗകര്യോടൊപ്പം. അസാധ്യ. അപ്പൊ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ആർക്കും ചോദ്യം ഉണ്ടോ? ചോദ്യമൊക്കെ പോയാ? ഒന്നുകൂടി പറഞ്ഞ ഒരു സെക്കൻഡ് ഒന്നുകൂടി പറഞ്ഞ. ആറാമത്തെ ലഅബത്ത് ആമിനത്തു. എന്താണ് ലഅബത്ത് ആമിനത്തുവിനെ മുനാരിയാക്കുമ്പോ എങ്ങനെ പറയണം? തൽഅബു ആമിനത്തു. തൽഅബു ആമിനത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആമിനെ കുറിച്ചാണ് പറഞ്ഞത്. ആമിനത്തുവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഉറപ്പല്ലേ? അപ്പൊ അന്റെ തൽഅബു എന്ന് പറയാം. നീ കളിക്കുന്നു എന്ന് പറയുന്നിടത്ത് അന്റെ തൽഅബു എന്ന് പറയാം. ആമിന കളിക്കുന്നിടത്ത് ആമിനത്തു തൽഅബു എന്ന് പറയാം. തൽഅബു ആമിനത്തു എന്ന് പറയാം, അന്റെ തൽഅബു എന്ന് പറയാം. അതേസമയം ഹാമിദ് ആണെങ്കിൽ യൽഅബു ഹാമിദ് എന്നേ പറയാൻ പറ്റും. ക്ലിയർ ആണോ? കോംപ്ലിക്കേഷൻ ആവുകയാണ്. തൽഅബു ആമിനത്തു എന്ന് പറഞ്ഞപ്പോ ആമിനെ കുറിച്ച് ഫീമെയിൽ ആണ് എന്നതിന് ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്നാണ് ചോദ്യം. കതബൽ മുദർരിസു ദർസ അല സബൂറത്തി. യക്തുബു മുദർരിസു ദർസ അല സബൂറത്തി. മുദർരിസ് പാഠം സബൂറത്തിൽ എഴുതുന്നു. الثامنة سأل الطلاب المدرس. يسأل الطلاب المدرس. يسأل الطلاب
യസ്അലു തുല്ലാബുൽ മുദരിസ. എന്തുകൊണ്ട് യസ്അലൂന പറഞ്ഞില്ല? അത് കർമ്മം മുൻപന്തിയിൽ മുന്നിൽ ഒന്നുണ്ട്. കർമ്മല്ല, ക്രിയ. ക്രിയ മുമ്പേ ഒന്നുണ്ട്. അത്തുല്ലാബു യസ്അലൂനാന്ന്. അത്തുല്ലാബു മുമ്പിൽ വന്ന യസ്അലൂനാന്ന് വരും. തുല്ലാബ് മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ യസ്അലൂന. ശരിയാ. വെർബാദ്യം വന്നതുകൊണ്ട് അൽമുദരിസൂന അസ്അലത്തുൽ കസീറത്തി. യസ്അലു തുല്ലാബുൽ മുദരിസ അസ്ഇലതൻ കസീറത്തൻ. അസ്ഇലതൻ കസീറത്തൻ എന്താ അർത്ഥം? ധാരാളം ചോദിച്ചു. അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നു. യസ്അലു. അത്താസ നസല റുക്കാബു. യൻസിലു റുക്കാബ്. യൻസിലു റുക്കാബ്. യൻസിലു റുക്കാബു മിനൽ ഹാഫിലത്തി. റുക്കാബ് എന്താണ്? ഹാഫിലത്തുണ്ടാവും. റുക്കാബ് പാസഞ്ചേഴ്സ്. റുക്കാബ് പാസഞ്ചേഴ്സ്, ഹാഫിലത്ത് ബസ്. ഗസലത്ത് ഉമ്മി അസിയാബ. തഗ്സിലു. യഗ്സിലു ഉമ്മി. ആണോ? ഉമ്മ ആകുമ്പോൾ യഗ്സിലു ആണ്. തഗ്സിലു അല്ലേ? ഉമ്മ ആകുമ്പോ യഗ്സിലു ആണ്. ഉമ്മ ആകുമ്പോ തഗ്സിൽ. തഗ്സിലു ഉമ്മി അസിയാബ. അല്ലാശ് സിയാബ് എന്താ ഉസ്താദേ? മറന്നു. സിയാബ് എന്താണ്? വസ്ത്രം. വസ്ത്രം. സൗബിന്റെ പ്ലൂറൽ. നിങ്ങൾ എപ്പോഴും നമസ്കാരം പോകുന്ന സൂറത്തിലുള്ളതാ സിയാബ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. എന്താ? സിയാബക ഫതഹിർ. സിയാബക ഫതഹിർ. തംരീൻ എഴുതിയിട്ടുണ്ട്. തംരീൻ ഇതുപോലത്തെ തംരീൻ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തംരീനൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു സൗബ് പറഞ്ഞു നീളക്കുപ്പായത്തെ സൗബ് എന്ന് പറയും അറബികൾ. ടെക്നിക്കലി പറയുന്ന സൗബ് കോളർ മുതൽ താഴോട്ടുള്ള പുസ്തകത്തിന് സൗബ് എന്നാണ് പറയുക. നമ്മളെ പുസ്തകത്തിന് സൗബ് എന്ന് പറയില്ല, അവര് കമീസ് എന്നാണ് ടെക്നിക്കലി പറയും. അല്ലാതെ ഇവിടെ നിങ്ങൾ റസലത്തുമ്മി സിയാബ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉമ്മ വസ്ത്രങ്ങൾ കഴുകി എന്ന് മാത്രമാണ്. ആ അർത്ഥത്തിലാണ് സിയാബക ഫതഹിർ എന്ന് പറഞ്ഞു. വസ്ത്രമൊക്കെ വൃത്തിയാക്കുക. അൽ-ആശിർ തഅമ്മലിൽ മിസാലൈൻ. ഉദാഹരണം, 2 ഉദാഹരണം ശ്രദ്ധിച്ചു വായിക്കുക. സുമ്മ ഹവ്വിൽ, then convert or change. അൽ-അഫ്ആല ഫിൽ ജുമലിൽ ആത്തിയ. തുടർന്ന് വരുന്ന സെന്റൻസുകളിലുള്ള അഫ്ആല് വെർബുകൾ ചേഞ്ച് ചെയ്യുക. ഇല അഫ്ആലിൻ മൻഫിയത്തിൻ. മൻഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട്. മൻഫി. നഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. നഹി എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ. ഇവിടെ എന്താണ്? മൻഫിയത്ത്. നഫ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കി. കതബ അഹ്മദു ദർസ. അതിന്റെ നഫി എന്ന് പറഞ്ഞാൽ മാ കതബ അഹ്മദു ദർസ. മാ കതബ. അപ്പൊ മാളിയില് എന്താണ് ഉപയോഗിക്കുന്നത്? ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്നത് മാളിയില് മായാണ് ഉപയോഗിക്കുന്നത്. അതെപ്പോഴും തന്നെ ഉപയോഗിക്കുക മാളിയില് ഉസ്താദേ? വരട്ടെ, ജനറലി എന്ന് ഞാൻ പറഞ്ഞു. സാധാരണയായി കേട്ടോ, സാധാരണ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാലേ നമുക്ക് പറഞ്ഞില്ലേ, ഹൃദയത്തിൽ ഉറയ്ക്കാൻ വേണ്ടി കുറേശ്ശെയാണ് നാം ഓർക്കുന്നത്. അതേപോലെ കുറേശ്ശെ പഠിക്കണമെന്നാണ്. അപ്പം നെഗറ്റീവ് വരുമ്പോ മാളിയുടെ കൂടെ ജനം മാ ഉപയോഗിക്കും. അതാണ് ജനറൽ ഉപയോഗിക്കുന്നത്. സാധാരണഗതി മാ കതബ അഹ്മദു ദർസ. അഹ്മദ് പാഠം എഴുതിയില്ല. കതബ അഹ്മദു ദർസ, അഹ്മദ് പാഠം എഴുതി. അതിനെ നെഗറ്റീവ് ആക്കാൻ നഫി ആക്കണമെങ്കിൽ മാ കതബ അഹ്മദു ദർസ. യക്തുബു അഹ്മദു ദർസ. അഹ്മദ് പാഠം എഴുതുന്നു. അത് മുളാരി ആയതുകൊണ്ട് ലാ യക്തുബു അഹ്മദു ദർസ. എഴുതുന്നില്ല അല്ലെങ്കിൽ എഴുതുകയില്ല. അപ്പൊ എന്താണ്? മുളാരിയോട് പൊതുവിൽ ഉപയോഗിക്കേണ്ട എന്താണ്?
മുളാരിയിലും ലായും മാവയിലും മായുമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ടത്. എക്സെപ്ഷൻ കേസുകൾ നമ്മൾ പിന്നീട് പറയും. അപ്പൊ നമ്മൾ ആ എക്സെപ്ഷൻ കേസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അന അഷ്റബുഷായ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആണ്. അഷ്റബുഷായ, ഞാൻ ചായ കുടിക്കുന്നില്ല. ലഅബിന കുറത്തൽ ഖദമി اليوم ما لعبنا ما لعبنا كرة القدم اليوم. ഇന്ന് നമ്മള് ഫുട്ബോൾ കളിച്ചിട്ടില്ല. അബി യദ്ഹബു ഇല സൂഖി കുല്ല യൗമി. അബി ലാ യദ്ഹബു ഇല സൂഖി കുല്ല യൗമി. ആദ്യം വരണോ അബിക്ക് എടുക്ക് വരണം? പിന്നെന്ത് ചെയ്യണം? അവസാനം ചേർക്കണോ? യദ്ഹബുവിന്റെ മുമ്പെയാണ് ചേർക്കേണ്ടത്. അതായത് ആ വെർബിനെയാണ് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് ആക്കുന്നത്. വെർബിനെ നെഗറ്റീവ് ആക്കുന്നതുകൊണ്ട് ആ വെർബിന്റെ തൊട്ട് മുമ്പിലാണ് ചേർക്കുന്നത്. മായതിൽ ആ വെർബിന്റെ മുമ്പാണ് ചേർക്കുന്നത്. അതാണ് ജനറൽ പ്രൊസീജിയർ. അബി യദ്ഹബു ഇല സൂഖി, അബി ലാ യദ്ഹബു ഇല സൂഖി കുല്ല യൗം. الرابع أختي لا تدرس بالجامعة. أختي تدرس بالجامعة. എന്താ പറയേണ്ടത്? ഇവിടെ തദറുസു എന്ന് പറഞ്ഞപ്പോ സ്ത്രീലിംഗമാണെന്ന് മനസ്സിലായോ ഇല്ലേ? പുല്ലിംഗമാണോന്ന് കോംപ്ലിക്കേഷൻ ഉണ്ടോ? അങ്ങനെ പുല്ലിംഗം സ്ത്രീലിംഗം ചിന്തിക്കേണ്ട ഒന്നും ഉണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അത്രയും ക്ലിയർ ആണ്. അൻത തദറുസു ബിൽ ജാമിയത്തി എന്നും പറയാം. അൻത തദറുസു ബിൽ ജാമിയത്തി എന്ന് പറയാം. ഉഖ്തി തദറുസു ബിൽ ജാമിയത്തി എന്ന് പറയാം. അവിടെ അന്ത വന്നപ്പോ തദറുസു എന്നുള്ളത് പുല്ലിംഗമാണെന്ന് മനസ്സിലായി. ഉഖ്തി വന്നപ്പോ അവിടെ തദറുസു എന്നുള്ളത് സ്ത്രീലിംഗമാണെന്ന് മനസ്സിലായി. الخامس أحفظت سورة النبي يا مريم؟ ما حفظت سورة لا പറഞ്ഞത് أحفظت ബൈ ഹാർട്ടാക്കി വന്ന സൂറത്ത് മറിയം. ما حفظت سورة النبي. എന്ത് ചെയ്യണം? ആ ചോദ്യ ചോദ്യാണ്. ആ നെഗറ്റീവ് ആക്കി ചോദിക്കണം. മാ ഹഫ്ലത്തു എന്ന് പറഞ്ഞ പോലെ തൂ എന്തിനാ പറയുന്നത്? ഞാൻ തീ മാറ്റി തൂ ആക്കാൻ പറഞ്ഞില്ലല്ലോ, നെഗറ്റീവ് ആക്കാനേ പറഞ്ഞു. ക്രിയയുടെ മുമ്പാണ് ചേർക്കേണ്ടത് നെഗറ്റീവ് വാക്ക്, അല്ല അതിനുള്ള ക്വസ്റ്റ്യൻ വാക്കുള്ള ഞാൻ മുമ്പാണ് ചേർക്കുന്നത്. ക്രിയയാണ് നെഗറ്റീവ് ആക്കുന്നത്. അല്ലല്ല ഹംസ എന്തിന് കളയുന്നത്? ചോദിക്കണം. ഹഫീൽത്തി സൂറത്തുൻ നബയ്യ മറിയം എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് തൻവീൻ ഖാമിസ് ഉള്ളത്. അതിനെ നമ്മള് ചോദ്യം അല്ലാതാക്കാൻ പറഞ്ഞോ? നെഗറ്റീവ് സിമ്പിൾ. അമാ ഹഫീൽത്തി, അമാ ഹഫീൽത്തി നീ പഠിച്ചില്ലേ, നീ മനപ്പാടമാക്കിയില്ലേ? ആ ഹഫീൽത്തി നീ മനപ്പാടമാക്കിയോ? അമാ ഹഫീൽത്തി നീ മനപ്പാടമാക്കിയില്ലയോ? അവിടെയാണ് ബല നഅമൊക്കെ പറഞ്ഞത് അല്ലേ മുമ്പ്. വേറെ വിഷയത്തിലേക്ക് പോയാൽ നമ്മൾ ഈ പറയുന്ന വിഷയം പറഞ്ഞു. ഒരു തമ്രീൻ പറയുമ്പോൾ ആ തമ്രീന്റെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ മൈൻഡ് കെട്ടിക്കുടിക്കുക. ഇവിടെ ഉദാഹരണം പറയുന്നതിനും ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിന്റെ ഉദാഹരണം നമ്മൾ മനസ്സിലിരിക്കാൻ വേണ്ടിയാണ് ക്രമത്തിൽ ഇങ്ങനെ പറഞ്ഞത്. വേറെ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ മിക്സ് ചെയ്യാം. ഇവിടെ മിക്സ് ചെയ്യുന്നില്ല. ഇവിടെ ഒരെണ്ണം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നെഗറ്റീവ് ചോദ്യമായിട്ട് എടുത്തു എന്നുള്ളൂ. അപ്പൊ നമ്മൾ
അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് മാത്രം കൽപ്പിച്ചാൽ മതി. 5 ചോദ്യമുള്ളതിൽ ഒരു ചോദ്യമാണ് നെഗറ്റീവായിട്ട് പഠിപ്പിച്ചത്, 4 ചോദ്യവും പോസിറ്റീവാണ്. 4 എണ്ണവും പോസിറ്റീവാണ്, ഒരെണ്ണത്തിലാണ് ചോദ്യമായിട്ടുള്ളതും ആ ചോദ്യത്തിനെ 4 എണ്ണം സാധാരണ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരെണ്ണമാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഹഫിൽത്തി അമാ ഹഫിൽത്തി അൽ ഹാദി അശർ. ഉസ്താദെ, അമാ അഫ്ലത്തിന്നല്ലേ? അതെ, 2 ഹംസല്ലല്ലോ, ഹാക്ക് മുമ്പ് ഹംസല്ലല്ലോ. ചോദ്യത്തിന്റെയാണ് ഹംസ. അമ അപ്പൊ മാക്ക് ശേഷം ഹംസല്ലല്ലോ എന്ന് വെക്കുക. ആക്ക് പകരം അമാണ്. നമ്മൾ അല്ല. ചിന്തിക്കാനുള്ള ഇത്രേ ഉള്ളൂ. വെർബിനെ നെഗറ്റീവ് ആക്കാനേ പറഞ്ഞുള്ളൂ, ബാക്കിയൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. എല്ലാ ദിവസവും വെർബിന്റെ തൊട്ട് മുമ്പാണ് നമ്മൾ നെഗറ്റീവ് വേർഡ് ചേർക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? വെർബിന്റെ മുമ്പ് നെഗറ്റീവ് വേർഡ് ചേർക്കണം. മാവിക്ക് മാ ചേർക്കണം, മുന്നാരിന് ലാ ചേർക്കണം. ഇവിടെ മുന്നാരിയല്ല, മാവിയാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നു. മാക്ക് ശേഷം ഹംസ ഉണ്ടോ രണ്ടാമതും? അതാണ് എന്റെ ചോദ്യം. അവിടെ എവിടെ നിങ്ങൾക്ക് ഹംസ കിട്ടി? 2 ഹംസ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അമാ ഹഫ്ലത്തി എന്നാണ് അപ്പൊ വരിക അല്ലെ? അതെ. الحادي عشر تأمل الأمثلة ثم أجب عن الأسئلة الآتية مستعملا حرف الاستقبال. استقبال എന്താ? മനസ്സിലാക്കല. ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ ഭാവി. ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്വീകരണത്തിനും ഇസ്തിഖ്ബാൽ എഴുതിയിട്ടുണ്ടാവും, റിസപ്ഷനിൽ. ഇസ്തിഖ്ബാൽ അല്ല ഇത്. ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ ഭാവി ആക്കൽ. ഹർഫൽ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ ഭാവി ആക്കാനുള്ള ഹർഫ്. ഭാവി ആക്കാനുള്ള ഹർഫുകൾ ഏതൊക്കെയാണ്? സായും സൗഫയും. സീനും സൗഫ എന്നാണ് പറയുക. സായെന്നും പറയാൻ കുഴപ്പമില്ല, ഒരു ലക്ഷ്യമുള്ളതിന്റെയൊക്കെ പേരാണ് പറയുക. അപ്പോ ആദ്യം ഉദാഹരണം ശ്രദ്ധിച്ചു വായിക്കാം. തുമ്മ അജിബ് എന്നിട്ട് ആൻസർ ചെയ്യുക. അതിൽ അസുരത്തിലാക്കിയ മുസ്തമിലൻ ഹർഫ ഇസ്തിഖ്ബാൽ. അൽ ഇസ്തിഖ്ബാൽ എന്ന് പറയുമ്പോൾ എന്താണ്? അൽ ഇസ്തിഖ്ബാൽ എന്ന് പറയാൻ പറ്റില്ല, ലാം എന്താണ്? ഇസ്തിഖ്ബാലിന്റെ അലിഫ് ഹംസത്തുൽ വസ്ലായതുകൊണ്ട് ഹർഫ ഇസ്തിഖ്ബാൽ എന്നാണ് വായിക്കുന്നത്. അൽ ഹംസ്, ഉദാഹരണത്തിന്റെ ഹംസ് 1. സയർജിഉൽ മുദീറു ഗദൻ. മുദീർ നാളെ വരും. അപ്പൊ സീൻ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. സയർജിഉൽ മുദീർ ഗദൻ, നാളെ വരും. അൽ ബാ, ഹംസ് കഴിഞ്ഞാൽ പിന്നെ ബാ. അത് വേറെ ഒന്നുമില്ല, അതായത് ഇങ്ങനെ സീൻ ഉപയോഗിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതേപോലെ അടുത്തതിൽ സീൻ ഉപയോഗിച്ച് പറയണം. സഅദ്ഹബു ഇലാ മക്കത്ത ബഅദ ഉസ്ബൂഇൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ് ഗദൻ എന്നല്ലേ പറഞ്ഞത്. ഗദൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? നാളെ എന്ന് ഫീച്ചർ ഉണ്ട്. അപ്പൊ സ ഉപയോഗിച്ചിട്ട് പറഞ്ഞു നമ്മൾ. സഅദ്ഹബു ഇലാ മക്കത്ത ബഅദ ഉസ്ബൂഇൻ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ മക്കയിലേക്ക് പോകും. അവിടെയും സ ഉപയോഗിച്ച് പറഞ്ഞു, ഫ്യൂച്ചർ ആയതുകൊണ്ട്. ഇൻഷാ അല്ലാഹ്. ജീം, ഹംസ് ബാ കഴിഞ്ഞാൽ പിന്നെ ജീമാണ്, അബിജദ് കണക്കാണ്. ജീം. അസ്ഹബു ഇലൽ മൽഅബി കുല്ല മസാഇൻ. അസ്ഹബു ഇലൽ മൽഅബി കുല്ല മസാഇൻ. ഞാൻ എല്ലാ സായാഹ്നത്തിലും ഗ്രൗണ്ടിലേക്ക് പോകും. സഅദ്ഹബു ഹാദൽ മസാഅ ഇലൽ മക്തബത്തി. ഇന്ന് ഞാൻ ലൈബ്രറിയിലേക്ക്, ഇന്ന് വൈകുന്നേരം ഞാൻ ലൈബ്രറിയിലേക്ക് പോകും. ഇവിടെ എല്ലാം ഹർഫൽ ഇസ്തിഖ്ബാലായ സായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മത്താ യർജിഉ അബൂക മിൻ ബഗ്ദാദ യാ അലിയു. ഒരെണ്ണത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് അല്ലേ? മത്താ യർജിഉ അബൂക മിൻ ബഗ്ദാദ യാ അലിയു. സയർജിഉ ബഅദ ഉസ്ബൂഇൻ. أين تذهب يا هذا المساء؟ ഉത്തരം എഴുതേണ്ടത് ആൻസർ അങ്ങനെ തന്നെയാണ്. ഉത്തരം എഴുതണം. ഹർഫൽ ഇസ്തിഖ്ബാൽ ഉപയോഗിച്ചിട്ട് ഉത്തരം എഴുതണം. അജിബ് അൽ അസ്ഇലത്തിൽ ആതിയത്തി
തഅമ്മൽ അംസില. ഉദാഹരണം പറയണം. ഇവിടെ മത്താ എറിഞ്ഞു, ഇവിടെ ചോദ്യമുണ്ട് ഉത്തരവുണ്ട്. സയർജിയോ, ഇവിടെ ഒന്നാമത്തേല് ചോദ്യവും ഉത്തരവില്ല. രണ്ടാമത്തേല് അദ്ഹബില മക്കത്ത ബാന ഉസ്ബൂൻ, അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. രണ്ടാമത്തേല് അദ്ഹബിൽ മല്ലാദി കുല്ലൽ മസായിൽ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ട് സാ ഉപയോഗിച്ച് പറഞ്ഞു. പിന്നീട് ക്വസ്റ്റ്യൻ വന്നപ്പോൾ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 1, അസ്സുആലുൽ അവ്വൽ മത്താ യർജു അബൂക മിൻ ബഗ്ദാദ യാ അലിയു. അപ്പൊ അലിയോട് ചോദിച്ചു, നിന്റെ ഉപ്പ എപ്പോൾ വരും, ബാഗ്ദാദിൽ നിന്ന് എപ്പോൾ മടങ്ങി വരും? അപ്പൊ അലി പറഞ്ഞു, സയർജു ബഅദ ഉസ്ബൂഇൻ, ഒരാഴ്ച കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞു. സാ ഉപയോഗിച്ച് പറഞ്ഞു. എന്ത് ചെയ്യണം? അതിനെ തദഹു ഹാദൽ മസാ, എവിടെ പോകും വൈകുന്നേരം? ഇന്ന് രാത്രി എവിടെ പോകാനെന്തെങ്കിലും പറയ്, എവിടെയെങ്കിലും പോവോ? ചാവേണ്ടേ? അദ്ദേഹം മാത്രം പറഞ്ഞാൽ മതിയോ? ഹർഫൽ ഇസ്തിഖ്ബാൽ ഉപയോഗിക്കാനാ പറഞ്ഞത്. അദ്ദേഹം പിന്നെ സൂക്കി 10 മണി കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോപ്പിങ്ങിന് പോകുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. എന്തോ കുഴപ്പമില്ല. الثالث متى تكتب الرسالة إلى أمك يا يونس؟ എപ്പോ എഴുതും? ഉമ്മാക്ക് എപ്പോഴാ കത്ത് എഴുതുന്നതെന്ന്? سأكتب بعد درس اليوم. سأكتب بعد درس اليوم പോരെ? ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതും. അല്ലെങ്കിൽ സഅക്തുബു ഗദൻ, നാളെ എഴുതും. നേരത്തെ ആദ്യം സാ പറഞ്ഞ പോലെ ഇവിടെ എന്താ സമയബന്ധിതമല്ല. അതുകൊണ്ട് ഉമ്മാക്ക് എപ്പോഴും കത്ത് എന്ന് പറഞ്ഞാൽ സാ ഉപയോഗിക്കണം. سأكتب الرسالة إلى أمي بعد الدرس أو غدا أو بعد يومين. എന്താണ്? ഇന്ന് രാത്രിയാണെങ്കിൽ هذه الليلة. സഅക്തുബു ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. الرابع متى تغسل السيارة يا ولد؟ أغسل السيارة هذا المساء. سأغسل السيارة بكرة صباح. എന്താണ്? തഗ്സിലു എന്താ പറയുക? തഗ്സിലു എന്ന് പറഞ്ഞാൽ നീ കഴിയുന്നല്ലേ? മത്താ തഗ്സിലു എന്ന് വെച്ചാൽ അന അഗ്സിലു. നേരത്തെ മത്താ തക്തുബ് എന്ന് ചോദിച്ചപ്പോ അന സഅക്തുബു എന്നല്ലേ പറഞ്ഞത്. അതിനെ തദ്ഹബു ഹാദൽ മസാ എന്ന് ചോദിച്ചപ്പോ അന അദ്ഹബു എന്നല്ലേ പറയേണ്ടത്. അദ്ഹബു ഹാദൽ മസാ എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം? അതിന്റെ ഇത് മാറ്റണം. വരുമോ? ഇല്ല, ഉമ്മാക്കല്ലേ പറഞ്ഞേ. ഉമ്മാക്ക് കത്ത് എഴുതുമ്പോ എന്താ വരേണ്ടത്? ആരാ എഴുതുന്നത്? ഉമ്മയാണോ എഴുതുന്നത്? ഞാനാണോ എഴുതുന്നത്? ഉമ്മിക്ക, നിന്റെ ഉമ്മാക്ക് നീ എപ്പോ നിന്റെ ഉമ്മാക്ക് നീ എപ്പോൾ കത്ത് എഴുതും? മറ്റാ തക്തുബു എന്ന് ചോദിച്ചാൽ അക്തുബു എന്നല്ലേ മറുപടി പറയേണ്ടത്. അക്തുബു എന്ന് പറയണം. മറ്റാ തഗ്സിലു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? എന്താണ്? നാലാമത്തെ എന്താണ് റഷീദ് സാറ്? എവിടെ കിട്ടി? അല്ല സോറി, അത് മൂന്നാമത്തെ എല്ലാം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ എന്താ പറയേണ്ടത്? രണ്ടാമത്തെ എങ്ങനെ പറയേണ്ടത്? ഞാനല്ലേ? എന്താ ആയിക്കോട്ടെ. മത്താ തക്തുബു റിസാലത്ത് എന്ന് പറയുമ്പോ സാ ഉപയോഗിച്ചിട്ട് എന്ത് പറയണം?
അത്തക്തുബു. എന്തുകൊണ്ട്? മറ്റേ ഞാൻ റിസാലത്ത് ഉമ്മക്ക് എഴുതുന്നുള്ളത്. അപ്പൊ ഞാൻ എഴുതുന്നുള്ള എന്താ വാക്ക്? കത്തബ കത്തബൂ പറഞ്ഞു നോക്കിയേ. അക്തുബു. അപ്പൊ അത് മാത്രം ചേർത്ത് പറയും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ടേബിൾ കിട്ടി, പിന്നെ പറയും. അക്തുബു. അപ്പൊ രണ്ടാമത്തെ എങ്ങനെ പറയണം? മൂന്നാമത്തെ. അതാണ് രണ്ട് എങ്ങനെ പറയണം? രണ്ടിലെവിടെയാണ് റസല ഉള്ളത്? അല്ല, 4. ഞാൻ ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് പറയേണ്ടത്. അസ്ഹബു. 4 വസലല്ലേ, കഴുകി. വസലു വസൽത്ത വസൽത്തും വസൽത്തു വസൽന യഅസിലു യഅസിലുന തഅസിലു തഅസിലുന അഅസിലുന അഅസിലു. പണ്ട് കണക്ക് പഠിക്കാൻ പോയി കുട്ടികൾ പറഞ്ഞ 4 ഇങ്ങനെ സംഖ്യ പഠിക്കണം. അപ്പൊ 5 5 10 ആണെങ്കിൽ ചെയ്യണം. ഇവിടെ 5 ഉണ്ട്, പിന്നെ 6 7 8 9 10 എന്ന് പറഞ്ഞ പോലെയാണോ സാറേ? ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പട്ടിക സ്പീഡിന് പറഞ്ഞു പഠിക്കണം എന്ന് പറഞ്ഞത്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സമയത്ത് കിട്ടുള്ളൂ. അത്യാവശ്യം സ്പീഡ് ഉണ്ട്. അപ്പോ ഇല്ലല്ലേ, അത്യാവശ്യം സ്പീഡിന്റെ പ്രശ്നം വേറൊരു സംഗതി കൂടെ ഉണ്ട്. നമ്മൾ പാർട്ട് 1 മുതൽ സ്പീഡിന് വായിച്ചു പഠിക്കണം. ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ടേബിൾ പഠിക്കുന്നതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള വേറൊരു ലേണിംഗ് സിസ്റ്റമാണ്. ഇതിന് ഉദാഹരണങ്ങൾ നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങൾ തന്നിട്ട് ആ ഉദാഹരണങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. ഇപ്പൊ എന്ത് ചെയ്യാണ്, ആ ഉദാഹരണങ്ങളും ആ സ്റ്റേറ്റ്മെന്റും പാഠത്തിലുള്ള പാസേജും അതിന്റെ ഉദാഹരണങ്ങളും നമ്മൾ വേഗത്തിൽ പറഞ്ഞ് പഠിച്ചാലേ ഇത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുള്ളൂ. ഓക്കെ, മറ്റേ തഹസിലു എന്ന് വെച്ചാൽ അഹ്സിലു സയ്യാറത്ത ബാദ യൗമൈൻ, 2 ദിവസം കഴിഞ്ഞിട്ട് കഴിയും. മറ്റേ തദ്ഹബു എന്ന് വെച്ചാൽ സഅദ്ഹബു ഇലൽ ഹല്ലാഖത്തി മസാഅൽ യൗം, ഇന്ന് വൈകുന്നേരം. ഇലൽ ഹല്ലാഖ്, ഹല്ലാഖാരാണ്? ബാർബർ. السادس في أي محطة تنزل يا سيدي؟ في أي محطة تنزل؟ എന്താ മറുപടി പറയണ്ടേ? സയൻസിൽ ഇവിടെ എല്ലാത്തിനും ഞാൻ പറയേണ്ടത്. ഇതൊന്നും ഒരുപാട് പറയേണ്ട കാര്യമില്ല. അതിനെ തദ്ഹബു സഅദ്ഹബു, മറ്റേ തക്തുബു സഅക്തുബു, മറ്റേ തഗ്സിലു സഅഗ്സിലു, متى تذهب سأذهب، أي محطة تنزل سأنزل، ليه سأنزل في محطة القادمة، വരുന്ന സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും. ഓക്കെ, ഇഖ്റഅൽ മിസാലൈൻ, റീഡ് ദ 2 എക്സാമ്പിൾസ്. റഷീദ് സമയം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. 9:30 കഴിഞ്ഞാൽ പിന്നെ റഷീദ് സാറിന് ഇത് കിട്ടില്ല. അങ്ങനെ ശ്രദ്ധ പോകുന്ന സംഭവങ്ങളൊന്നും നമ്മളെ ഇത് ബർഡൻസ് ഒന്നും ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പാഠം പഠിച്ചതാണ്, അതിനുശേഷം ഒരു ദിവസം എക്സസൈസ് വായിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എക്സസൈസുകൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. പിന്നെ എക്സസൈസ് എഴുതിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് വേണ്ടിയുള്ളൂ. നമുക്ക് വേറെ മറുപടി ഉണ്ട്. അടുത്ത മറുപടി എന്താ? എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? എന്താണ് കദിമ വന്നു.
ഖാദിമത്ത് വരുന്ന നെക്സ്റ്റ് കമ്മിങ് സ്റ്റേഷൻ. മെട്രോയില് കയറി അറിയാം. ദുബായ് മെട്രോയില് കയറി അറിയാം. ആ അസ്റാഇൽ മസാലയും സുമ്മക്തുബ് മസാദിർ അൽ അല്ലാത്തിയ. മസാദിർ എന്താണ്? മസാദിർ യാത്രക്കാരനാ. മസാദിർ. മുസാദിർ. ഉസ്താദ്. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ മസ്ദർ പറഞ്ഞു തരാത്തതിന്റെ കാര്യം എന്താ? പറഞ്ഞു തന്നിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ മസ്ദറിന്റെ അർത്ഥം എന്താണ്? മസ്ദർ ഇൻഫിനിറ്റി വേർഡ് ഓർ റൂട്ട് വേർഡ്, ക്രിയാധാതു. മസ്ദർ. യഖ്റഅൽ മിസാലൈൻ, റീഡ് ദ 2 എക്സാമ്പിൾസ്. 2 ഉദാഹരണങ്ങൾ വായിക്കുക. ഈ 2 ഉദാഹരണങ്ങൾ വായിക്കുക. സുമ്മത്തുബ് മസാദിർ അല്ലാത്തിയ, പിന്നീട് തുടർന്ന് വരുന്ന ക്രിയകളുടെ മസ്ദറുകൾ എഴുതുക. നമ്മൾ മസ്ദർ എന്ന് പഠിച്ചതുകൊണ്ട് പിന്നെ മസ്ദർ എന്ന് പറഞ്ഞാൽ ജംഅ്, മുഫ്രദ്, മുഅന്നസ്, മുദക്കർ, അതേപോലെ മസ്ദർ, ഫിഅല് മാളി, ഫിഅല് മുളാരി, മസ്ദർ. മസ്ദർ എന്താ ഉസ്താദെ? മസ്ദർ റൂട്ട് വേർഡ്, ക്രിയാധാതു. ക്രിയാധാതു. ഫഅല ഫിഅലു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള്. അതെ. ഒരു ദുഖൂല് റക്കിബയ. അൽ മാളി വൽ മുളാരി അൽ മസ്ദർ. അൽ മാളി വൽ മുളാരി മസ്ദർ. ദഖല യദ്ഖുലു ദുഖൂലുൻ. റക്കിബ യർകബു. അതന്നെ. അല്ല, ഇപ്പുറത്ത് വായിച്ചു നോക്കുക. ഖറജ യഖ്റുജു ഖുറൂജുൻ. ജലസ യജ്ലിസു ജുലൂസുൻ. ജുലൂസുൻ. ജാലിസിനെ ഒന്നും ഇവിടെ പറഞ്ഞില്ല കേട്ടോ. ഇവിടെ മാളി മുളാരി മസ്ദർ. മാളി മുളാരി മസ്ദർ. ഓക്കെ. ജലസ യജ്ലിസു ജുലൂസുൻ. ജുലൂസുൻ. നസല യൻസിലു നുസൂലുൻ. നുസൂലുൻ. റക്കിബ യർകബു റുകൂബുൻ. സജദ യസ്ജുദു സുജൂദുൻ. സുജൂദുൻ. റകഅ യർകഉ റുകൂഉൻ. സഅദ യസ്അദു സുഊദുൻ. സുഊദുൻ. ഇതേ പാറ്റേൺ നമ്മൾ പറഞ്ഞു പഠിച്ചാൽ മതി. പല പ്രാവശ്യം വായിച്ചു പഠിക്കും. ദഖല യദ്ഖുലു ദുഖൂലുൻ, ഖറജ യഖ്റുജു ഖുറൂജുൻ, ജലസ യജ്ലിസു ജുലൂസുൻ, നസല യൻസിലു നുസൂലുൻ, റകിബ യർകബു റുകൂബുൻ, സജദ യസ്ജുദു സുജൂദുൻ, റകഅ യർകഉ റുകൂഉൻ, സഅദ യസ്അദു സുഊദുൻ. ഇതില് കുറെ തംരീൻ ഉണ്ടല്ലോ. ഇഖ്റാ ജുമൽ ലാത്തിയ വഅയ്യിനിൽ മസാദിറൽ വാരിദത ഫീഹ. ഇവിടെ എന്ത് ചെയ്യണം? മസ്ദർ ഏതാണെന്ന് പറഞ്ഞാൽ മതി. ലിഹാദിഹിൽ ഹാഫിയത്തി ബാബാനി, ഹാദാ ലിദ്ദുഖൂലി വദാക ലിൽഖുറൂജി. ഏതൊക്കെയാണ് മസ്ദറുകൾ? ദുഖൂലുൻ, ഖുറൂജുൻ. الدخول والخروج. الدخول والخروج. مات الرجل بعد رجوعه. مات الرجل بعد رجوعه من الحج. ഏതാണ് മസ്ദർ? رجوع. 3. يدخل الطلاب الفصل قبل دخول المدرس ب5 دقائق ويخرجون بعد خروجه. ഏതൊക്കെയാണ്? قال لنا الطبيب. طبيب ഞങ്ങളോട് പറഞ്ഞു الجلوس هنا مع المريض ممنوع. ജുലൂസ് ആണ് ക്രിയയാണ്. മംനൂ ഒന്നുമല്ല. മംനൂ എന്താണ്? മംനൂ ഇസ്മുൽ മഫ്ഊൽ, കർമ്മനാമം. الصعود على الجبل صعب والنزول منه سهل. الصعود على الجبل صعب والنزول منه سهل. ഏതൊക്കെയാണ്? الصعود والنزول. എന്താ മീനിങ്? ഏത്? സുഊദ് എന്ന് പറഞ്ഞാൽ സഈദ കയറി. സഈദ എന്താ കേട്ടില്ല. സഈദ കയറി. സഈദ കയറി. മസ്അദ് ഉണ്ടല്ലോ അവിടെയൊക്കെ. നിങ്ങൾ എപ്പോഴും ഗൾഫിലെ വാക്ക് പറഞ്ഞു. മസ്അദ് ഇല്ലേ? മസ്അദ് ലിഫ്റ്റ്.
അപ്പൊ എന്താണ് സുഊദ് എന്ന് പറഞ്ഞാൽ കയറൽ, അൽ നുസൂൽ ജബലി എന്ന് പറഞ്ഞാൽ ഇറങ്ങൽ. നേരത്തെ പറഞ്ഞു. കോണിപ്പടിക്ക് എന്താ സഹദത്തിൽ പറയുക? അല്ല, ഇവിടെ നമ്മൾ സഹദേശ സുഊദ് പറഞ്ഞ മീനിങ് എന്താ ചോദിക്കാൻ? ഉം. ഇവിടെ ക്രിയാനാഥിന്റെ ടേബിളിലൂടെ പറഞ്ഞല്ലോ. ഇതിലേതെങ്കിലും സഅബുൻ അറിയാത്തുണ്ടോ? ദഖല യദ്ഖുലു ദുഖൂൽ, റകിബ യർകബു റുകൂബ്. സഅബുൻ അതൊക്കെ അറിയുന്നത്. സഅബല്ല, സഅദ യസ്അദു സുഊദുൻ. എന്താ അർത്ഥം? കയറൽ സ്വാഇദ സഅദ കയറൽ. കയറി. ഇതൊക്കെ കൊതിച്ചു എന്നുള്ള അർത്ഥമുണ്ടോ? സഅദയ സഅദയ്ക്ക് എന്റെ മനസ്സിൽ എന്തായാലും വരുന്നില്ല. അപ്പൊ സഅബുൻ എന്താ? സഅബുൻ ക്ലേശം, പ്രയാസം. ലുഗത്തുൽ അറബിയത്ത് സഹലത്തുൻ എന്നൊക്കെ പറഞ്ഞില്ലേ? നമ്മളെ ആ പഠിക്കാൻ സഹലത്തിന്റെ ഓപ്പോസിറ്റ് വരും അല്ലേ? സഹലത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സഅബുൻ. സഅബത്തുൻ. സഹലത്തും സാബത്തും. അസ്സൂദു അൽ ജബലി സഅബുൻ വനുസൂലു മിൻഹു സഹലുൻ. അത് ഒരു വേർഡ് അപ്പുറം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടായിട്ട് വരും. എന്ത് ഫസ്റ്റ് വേർഡും സെക്കൻഡ് വേർഡും? അല്ല, ഈ സഅബുൻ നിങ്ങൾ കയറി ഒന്നുകൊണ്ട് സംശയം വന്ന്. അസ്സൂദു അൽ ജബലി സഅബുൻ വനുസൂലു മിൻഹു സഹലുൻ. ആ ജബലിനോട് ചേർന്ന് വരാത്തതുകൊണ്ട് അവിടെ പ്രശ്നം. ഉഹിബ്ബു റുകൂബൽ ഖൈൽ. എന്താ ഖൈൽ? സാബുൻ പ്രയാസമുള്ളവൻ നുസൂലു മിൻഹു സഹൽ. ഇന്ന് ഇറങ്ങല് മല കയറുന്നത് പ്രയാസവും ഇറങ്ങുന്നത് എളുപ്പവുമാണ്. അതിൽ നിന്ന് ഇറങ്ങുന്നത് എളുപ്പമാണ്. ഓക്കെ. അസ്സഊദു കയറൽ, അലൽ ജബലി സഅബുൻ അത് പ്രയാസമുള്ളതാണ്. പ്രയാസം നമ്മൾ നേരത്തെ പഠിച്ചു. ഇപ്പോഴും പ്രയാസം ഉണ്ടെങ്കിൽ അത് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. പാർട്ട് 1 പഠിച്ചിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് സഹലായിട്ട് തോന്നുന്നത്. വന്നുസൂലു മിൻഹു സഹലുൻ. എന്താ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചൊന്നോ? സുഊദിൻ കൊതി എന്നുള്ള അർത്ഥം ചോദിച്ചത്. ഇല്ലില്ല, കൊതിപ്പാണ്. അത് വേറെ എന്തെങ്കിലും വാക്കായിരിക്കും. സഈദ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകുന്നതിനെ കുറിച്ചാണ്. സഈദൽ ജബല ഇർതഫ അലൈഹി, അതിന്റെ മുകളിൽ കയറി. സഈദ എന്ന് പറഞ്ഞാൽ ഇർതഫ വ അല, ഉയർന്നു, ഉന്നതനായി എന്നാണ് അർത്ഥം. ദഹബ ഇലൽ അല, മുകളിലേക്ക് പോയി. ഉദാഹരണം സഈദൽ ജബല, സഈദ ഇർതഖ ദർജാതുഹു. സഈദ ദുഖാന്, സഈദ ദുഖാനു അതായി പുക കയറി. ഇർതഫ ഇലൽ അല, പുക മുകളിലേക്ക് കയറി. ചില ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇലൈഹി യസ്അദു അൽ കലിമുത്ത് തയ്യിബു, അവനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അൽ കലിമുത്ത് തയ്യിബു, കലിമത്ത് തയ്യിബ്, നല്ല വാക്കുകളെല്ലാം അവനിലേക്കാണ് ഉയർത്തപ്പെടുന്നത്. ഇലൈഹി യസ്അദു, അവനിലേക്ക് കയറി പോകുന്നത്. അല്ലാതെ അർത്ഥം ഇവിടെ പറയുന്നില്ല. പിന്നെ മസ്അദ്, മസാഇദ് എന്നൊക്കെ പറയുന്നുണ്ട്. മസ്അദ് പറഞ്ഞല്ലോ, കയറാൻ ഉപയോഗിക്കുന്ന സാധനം. അത് ലിഫ്റ്റ് ആകാം, അല്ലെങ്കിൽ ഏണി ആകാം, എന്നുള്ള സംഭവങ്ങളൊക്കെ ആകാം. الصعود على الجبل صعب والنزول منه سهل. أحب ركوب الخيل. ഏതാ ക്രിയാനാഥു? റുകൂബുൻ. റുക്കൂബാണ്. റുക്കൂബുൽ ഖൈൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖുർആൻ വായിച്ചിട്ടാണ് ഖൈല്. കുതിര സവാരി. കുതിര സവാരി, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറുന്നത് ഞാൻ ഇഷ്ടപ്പെടും. കുതിരപ്പുറത്ത് കയറാന്ന് പറഞ്ഞാൽ റുകൂബൽ ഖൈല എന്നല്ലേ വേണ്ടേ? കുതിര സവാരി എന്നല്ലേ ഒറ്റ വീടല്ലേ വരാ? ആയിക്കോട്ടെ, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല.
ഉഹിബ്ബു റുകൂബൽ ഖൈലി, റുക്കൂബ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഉം. മുമ്പ് കുതിരേന്റെ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് ക്രിയാധാതു കുതിരേന്റെ വന്ന് കയറ്റം. മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ മസ്തർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഇസ്മ കസർ തുടങ്ങുന്നു. സ്വന്തം ഇലാമത്തായിട്ടായിരിക്കും വരിക, അല്ലാതെ വന്നുകൂടായില്ല. قال حامد لابنه ياسر قال حامد لابنه ياسر ഹാമിദ് തന്റെ മകൻ യാസിറിനോട് പറഞ്ഞു. ഇവിടെ ഉഹിബ്ബു റുകൂബ ഫത്ത വന്നത് മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് എന്താണ് ആറാമത്തേല് ഉഹിബ്ബു റുകൂബ ഫത്ത വന്നത്. ഫത്ത വന്ന മഫ്ഊൽ ബിഹി. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തിനെ ഇഷ്ടപ്പെടുന്നു? കയറ്റത്തെ ഇഷ്ടപ്പെടുന്നു. റുക്കൂബ് റക്കീബ കയറി, വാഹനത്തിൽ കയറി എന്നതിനാണ് റുക്കൂബ് എന്ന് പറയുന്നത്. റാക്കിബ് എന്ന് പറയുമ്പോൾ അതിൽ കയറിയവൻ എന്നാണ് അർത്ഥം. പാസഞ്ചർ എന്നും പറയാം. നേരത്തെ ഖലീൽ സാഹിബ് പറഞ്ഞതുപോലെ വഹിബ്ബു റുക്കൂബൽ ഖൈരി എന്ന് പറഞ്ഞാൽ കുതിര സവാരി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നും പറയാം. വഹിബ്ബുവിന്റെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് റുക്കൂബ് വന്നില്ല, അതുകൊണ്ടാണ് നസ്ബ് വന്നത്. ഖാല ഹാമിദുൻ ലിബ്നിഹി യാസിറിൻ തന്റെ യാസിർ എന്ന മകനോട് പറഞ്ഞു. ഹാമിദ് തന്റെ യാസിർ എന്ന മകനോട് പറഞ്ഞു, സഅദ്ഹബു ഇല സൂഖി ബഅദ റുജൂഇക മിനൽ മദ്രസതി. സഅദ്ഹബു ഇല സൂഖി, ഞാൻ സൂഖിലേക്ക് പോകും. ബഅദ റുജൂഇക മിനൽ മദ്രസതി, ഏതാണ് ക്രിയാധാതു? മസ്ദർ. എല്ലാം ആ പാറ്റേണിലുള്ള ക്രിയാധാതുവാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ച പാറ്റേണിലുള്ള ക്രിയാധാതു നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ബഅദ റുജൂഇക, ഇവിടെ ബാധയ്ക്ക് ശേഷം വന്നുകൊണ്ടാണ് റുജൂഇന് കസ്ർ കൊടുത്തത്. അപ്പൊ അവിടെ നിർത്താം കേട്ടാ. ശിശായി പറയുകയാണെങ്കിൽ നമുക്ക് വായിച്ചു കേൾക്കാം. ഇത്ര മതി ഉസ്താദേ, കുറച്ച് പെൻഡിങ് ഉണ്ട് ഈ യാത്രക്കാർ. പെൻഡിങ് ആദ്യം തീർക്കണമല്ലോ. പെൻഡിങ് ഇമ്മീഡിയറ്റ് ആയിട്ട് തീർക്കണം. അതായത് നമുക്ക് ജന്മമുള്ള നമസ്കാരമുണ്ട്, ജന്മില്ലാത്ത നമസ്കാരമുണ്ട് അല്ലേ? എല്ലാ നമസ്കാരവും ജമ്മാക്കാൻ പറ്റില്ല, അതേപോലെ എല്ലാ കാര്യങ്ങളും ജമ്മാക്കാൻ പറ്റില്ല. ഒരു പാഠം പഠിച്ചാലേ അടുത്ത പാഠം നമുക്ക് മനസ്സിലാവും. ഒരു പാഠം മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫുള്ളായിട്ട് ഒരു ദിവസം പഠിപ്പിക്കുന്നില്ല. ഇതെന്താണ്? ഇതിപ്പോ എത്രാമത്തെ ക്ലാസ്സാണ് ഈ ക്ലാസ്സിലെ? മൂന്നാമത്തെയാണ്. 2 കഴിഞ്ഞ് മൂന്നാമത്തെ ക്ലാസ് ആണ്. ഈ പാഠത്തിലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. 11-ലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. തമ്മിയും കുറവുള്ള പാടാത്. നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതാണ്. എന്തായിരുന്നാലും നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതാണ്. ആസ് എ മാൻ തിങ്കത്ത് ഹി ഈസ്. അതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് പറഞ്ഞു? ആരെങ്കിലും പറയാമോ? മനുഷ്യൻ വിചാരിക്കുന്നത് എന്താണോ അതാണ്. ഇമാം ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ് എന്താ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഭയങ്കര ഫിലോസഫിയാണ്. ഇസ്ലാമിൽ എല്ലാം ഫിലോസഫിയാണ്. എല്ലാ കാര്യങ്ങളും ഫിലോസഫിക്കലായിട്ട് ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചിട്ടാണ് ഇത് ആൾക്കാർ ഇതെല്ലാം എഴുതുന്നത്. കാരണം അവർക്കറിയാം ദ ഫൈനൽ പ്രൊഫറ്റ് ഈസ് എ ഗ്രേറ്റ് എന്താ പറയുക, ഗ്രേറ്റ് ഫിലോസഫർ ആണെന്ന് അവർക്കറിയാം. അപ്പൊ അതിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നാലെ പോയിട്ട് അത്തരം ബുക്കുകളാണ് അവർ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശിവഖേരയുടെ പുസ്തകം ഞാൻ മുമ്പ് പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ശിവഖേരയുടെ പുസ്തകം യു ക്യാൻ വിൻ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. യു ക്യാൻ വിൻ കംപ്ലീറ്റ് എടുത്ത് നോക്കിയാൽ ഹദീസ് മാത്രമേ അയാൾ കാണാൻ. അറബിയൊന്നും പറയില്ല, അയാൾ പറഞ്ഞൊന്നും പറയില്ല. പറഞ്ഞതിന്റെ കൂടെ ഈവൻ സ്ലീപ്പ് ലെസ് എന്ന് വരെ അയാൾ പറഞ്ഞിട്ടുണ്ട്. സ്ലീപ്പ് ലെസ്, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ വിജയികളുടെ 200 തത്വങ്ങൾ പറഞ്ഞതിന് കൂട്ടത്തിൽ അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം
വിജയ 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 200 വിജയോപാധികൾ. അപ്പൊ അതിലൊന്നെന്താ? സ്ലീപ്ലെസ്. كانوا قليلا من الليل ما يهجعون من الليل ما يهجعون. അപ്പോൾ വിജയികൾ ഉറങ്ങാറില്ലായിരുന്നു. അപ്പൊ കലീലം മിനല്ലേ രാത്രി കുറച്ചിറങ്ങിയാൽ എങ്ങനെ വിജയിക്കുന്നത് നോക്കിയാൽ ഉറങ്ങാൻ സുന്നത്താക്കിയ സമയത്ത് ഉറങ്ങിയാൽ കറക്റ്റ് ആയിരിക്കും. നമ്മൾ സുന്നത്താക്കിയ സമയത്ത് ഉറങ്ങാതെ ആ സമയത്ത് പണിയെടുക്കുകയും അല്ലാത്ത സമയത്ത് സുന്നത്താക്കാത്ത സമയത്ത് നമ്മൾ കിടന്നുറങ്ങി. അപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മൾ എന്ത് ചെയ്യാണ്? നിയ്യത്ത് ചെയ്താൽ അതനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിനാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഗോൾ സെറ്റിംഗ് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിയ്യത്തിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത് അതാണ്. നമ്മൾ വിചാരിക്കുകയാണ് ഇത് എളുപ്പമാണെന്ന് വിചാരിച്ചാൽ വളരെ എളുപ്പമാണ്. നമ്മുടെ 2 സെമസ്റ്ററിന്റെ 2 ടേമിന്റെ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ 2 ടേമിന്റെ രണ്ടാമത്തെ ടേമിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞത് സന്തോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. നമ്മൾ സമയമായാണ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞെന്താ? നമുക്ക് സന്തോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം വർഷങ്ങളോളമായ ഒരു ഖുർആൻ പഠിച്ചിട്ട് എവിടെ എത്തുന്നില്ല. അള്ളയെ പോലെയാണ്. തുടക്കം എവിടെയാണെന്ന് അറിയില്ല, ഒടുക്കം എവിടെയാണെന്നും അറിയില്ല. അള്ളാഹ് പണ്ടേ ഉള്ളവരാണ്. അപ്പൊ ഖുർആൻ പഠനം എന്നോ തുടങ്ങിയതാണ്. ഖുർആൻ പഠനം എന്ന് തീരും എന്ന് ചോദിച്ചാൽ അറിയില്ല. അവിടെ നിന്നാണ് നമ്മൾ ടൈം ബൗണ്ടഡ് ലേണിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്. ഏതായാലും നമ്മൾ അങ്ങനെ നന്നായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്താലും ശരിയാവും. നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വായിച്ച് പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും. ഇത് ഫുള്ള് കഴിഞ്ഞിട്ടാണോ എക്സാം ഉണ്ടാകുക? 11 പാഠമായി അല്ലേ? ഇതിന്റെ പകുതി ആകുമ്പോഴൊക്കെ വേണമെങ്കിൽ പരീക്ഷ നടത്താം. പകുതി ആകുമ്പോ നടത്തുക നല്ലത്, അല്ലെങ്കിൽ മറന്നു പോകും. എക്സാം എന്ന് പറഞ്ഞാല് നമുക്കാണ് പാട്, നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾ എന്തായാലും പഠിക്കണം. 30 പാഠങ്ങളുണ്ട്. അപ്പൊ 15 ആവുമ്പോ നടത്തുക നല്ലത്. അതെ, നമുക്ക് പേജ് നോക്കാം. 30 പാടുണ്ട്. അപ്പൊ 15 ആവുമ്പോ നടത്തുകയാണെങ്കിൽ പകുതി ആവുമല്ലോ. അപ്പൊ ഏതായാലും 11 ആയില്ലേ? 31 പാടുണ്ട്. 31 ആയിക്കോട്ടെ, തർക്കം വേണ്ട. ഒരു ഖുർആനിലെ ഒരു സംശയമുണ്ട്. എന്താണ്? 30 പാടുള്ളൂ. 30 ചില പാഠങ്ങളൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. 31ാമത്തെ പാഠത്തിൽ 2 പേജേ ഉള്ളൂ. 2-3 പേജ്. ഒരു പേജും അതിന് കുറച്ച് കമ്പീനുമാണ് 31ാമത്തെ പാഠത്തിൽ. മറിച്ച് നോക്കുമ്പോ 31ാമത്തെ പാഠം കാണില്ല. അതുകൊണ്ട് 31 ഉണ്ട്. നമുക്ക് ശരിക്കും നോക്കേണ്ടത് പേജ് വെച്ച് നോക്കാം. 15 പകുതിയാവും. 15 ആകുമ്പോഴൊക്കെ പതിയാവും. 220 ആകുമ്പോൾ 110 പേജ് എടുക്കണം. 110 പേജ് ആകുമ്പോൾ എവിടെ വരെ എത്തും നോക്കണം. 110 പേജ് ആണെങ്കിൽ അതെ 15 പാഠം. നമ്മൾ ഈ 16ാമത്തെ പാഠം അല്ലേ ഉസ്താദേ? അപ്പൊ ഫരീദ് സാഹിബിന് എന്താണ് സംശയം? 16ാമത്തെ പാഠം എണ്ണം പറയുമ്പോഴേ അഷറത്തു എന്ന് പറയില്ല. അഷറത്തു അഖലാമിൻ എന്ന് പറയില്ലേ? അഷറത്തു അഖലാമിൻ. പറയൂ. ഇവിടെ ഖുർആനിൽ വായിച്ചത് അഷറത്തുൻ കാമിലത്തുൻ വന്നിട്ടുണ്ട്. അതെങ്ങനെയാ അത് വരാ? അഷറത്തുൻ കാമിലത്തുൻ ഹജ്ജായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ എന്താണ്? അഷറത്തിന് വിശേഷണമാണ് കാമിലത്ത്. അഷറത്തു അഖ്ലാമിൻ എന്ന് പറഞ്ഞെടുത്ത് എന്താണ്? അവിടെ എന്താണ്? കൗണ്ടിങ് ആണ്. അപ്പൊ അത് ഫീമെയിലും മറ്റത് മസ്കുലിനാണ്. അതെ, ബഹുവചനാണ്. തിൽക അഷറത്തുൻ, അത് 10 ആകുന്നു. നിങ്ങളുടെ 10 കാമിലത്തുൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള. അപ്പൊ ആ അഷറത്തിന്റെ വിശേഷണമാണ് പൂർണ്ണമായ 10, കാമിലത്തായ 10. മറ്റെന്താണ്? അഷറത്തു അഖ്ലാമീൻ, 10 പേനകൾ. അപ്പൊ അഷറത്ത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? കൗണ്ട് ചെയ്യുകയാണ്. അപ്പൊ കൗണ്ട് ചെയ്യപ്പെടുന്നതിനനുസരിച്ചാണ് കൗണ്ടിങ്ങിന്റെ നമ്പർ. ഈ കൗണ്ടിങ്ങിന് ഒരുപാട് ചിന്തിക്കണ്ട കേട്ടോ.
കൗണ്ടിങ്ങിലെ ഒരുപാട് ചിന്തിക്കണ്ട. ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സ്മൂത്ത് ആയിട്ട് വിടണം. കാരണം ലാംഗ്വേജ് നമുക്ക് എളുപ്പത്തിലുള്ള സംഭവം. നമ്മൾ ഗൾഫിൽ ചെന്നാൽ റിയാലാനി ആരെങ്കിലും പറയാറുണ്ട്? റിയാലാനി, റിയാലൈൻ എന്നേ പറയുള്ളൂ. ഞാൻ റിയാലൈൻ. അപ്പൊ എന്താണ്, അപ്പൊ എല്ലാം നെസ്ബിൽ എന്താ പറയുന്നത്, റഫേ എന്ന് പറയുന്നത് എന്താ, അങ്ങനെ പ്രയോഗമാണ്. അപ്പൊ അതേപോലെ കൗണ്ടിങ്ങിലും എന്താണ് തിരിച്ചും മറിച്ചും ഒക്കെ സ്പോക്കൺ ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിയെന്നല്ല ഞാൻ പറയുന്നത്, അത് തെറ്റായിരിക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഉപയോഗിക്കുന്നുണ്ട്, യൂസിലുണ്ട്. ആ അപ്പോ ഇഷ്യൻ റിയാൽ, അഷർ റിയാൽ, അവിടെ ഒന്നും ഗ്രാമർ നോക്കിയില്ല പറയുന്നത്. അപ്പോ എന്ത് ചെയ്യാം, കൗണ്ടിങ്ങിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യണം. അതേപോലെ നമുക്ക് ഒരു പാഠം, ഈ കൗണ്ടിങ് എല്ലാം കൂടെ വരുന്ന ഒരു പാഠമുണ്ട്. ആ പാഠം നമ്മൾ എടുക്കില്ല. എല്ലാം കൂടെ ഒരു കുടക്കി പറയുന്നത് കൺഫ്യൂഷൻ ആവും എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊരു ഡൗട്ടും കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്യണ്ട, മെനക്കെടണ്ട. അതൊക്കെ ശരിയായിക്കോളും. ഓക്കെ, കൂടുതൽ പഠിച്ചു വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ബായസ് നടത്തുന്നത്. ബാഹിസ് നടത്തിക്കോ, കുഴപ്പമില്ല. ബാഹിസ് ഖുറാനില് പിന്നെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. അപ്പൊ നമുക്ക് അതുപോലുള്ള ഉദാഹരണം വേറെ സ്ഥലത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ഹിഫ്ളാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതേപോലെ ഹിഫ്ളാക്കിയവർ പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. അയാൾ പഠിച്ചിട്ട് ഹിഫ്ളാക്കിയതാണോ പഠിക്കാതെ ഹിഫ്ളാക്കിയതാണോ. കംപ്ലീറ്റ് വിടണമെന്നല്ല എൻ്റെ അർത്ഥം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൺഫേം ചെയ്യാം. ചെറിയ ഡൗട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചെറിയ ഡൗട്ടായിട്ട് കരുതുക. ഇന്ന പോയിന്റ് ചെറിയ ഡൗട്ടുണ്ട്, അത് എന്ത് ചെയ്യും നമ്മള് പിന്നീട് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ മൂന്നാം ഭാഗത്തും രണ്ടാം ഭാഗം ആയതേ ഉള്ളൂ. മൂന്നാം ഭാഗത്തും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഗ്രാജുവലി പഠിച്ചു പോകുമ്പോൾ ശരിയായി, കുറേശ്ശെ ശരിയായി. ഓക്കെ, ഈ ക്രിയാധാതു നൗനല്ലേ? ഏതാണ് ഈ ക്രിയാധാതു നൗനല്ലേ? ക്രിയാധാതു നൗനാണ്. എല്ലാ പദങ്ങളും മൂന്നാൽ ഒരു ഇനങ്ങളായിരിക്കും. എല്ലാ പദങ്ങളും മൂന്നിൽ ഒരു ഇനങ്ങളായിരിക്കും. അതായത് അൽ കലിമാത്തു ലൈസ ഫീഹാ ഹുൽഫുൻ വൽ ഇസ്മു സുമ്മൽ ഫിഅലു സുമ്മൽ ഹർഫു. ഇങ്ങനെയാണ് ഗ്രാമറിൽ പറയുന്നത്. അൽ കലിമാത്തു ലൈസ ഫീഹാ ഹുൽഫുൻ, അതായത് അൽക്രാത്യമില്ല. അൽ കലിമാത്തു ലൈസ ഫീഹാ ഹുൽഫുൻ വൽ ഇസ്മു സുമ്മൽ ഫിഅലു സുമ്മൽ ഹർഫു. ഒന്ന് ഇസ്മു, പിന്നീട് ഫിഅലു, പിന്നീട് ഹർഫു. ഇസ്മാദ്യ പറയാൻ കാരണം അല്ല മാനമുള്ള അസ്മാക്കില്ല, എല്ലാ നോണുകളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചു മസ്തറും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ChatGPT. അതാ കഴിവത്തിന് വിഷയമല്ലെങ്കിലും പഠിപ്പിച്ച കൂട്ടത്തിൽ എല്ലാം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. മുഹൂർത്തത്തെ ഖബറൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതെല്ലാം എന്താണ്, അൽ മസ്ദർ എന്ന് പറയുന്നത് നൗണാണ്. അപ്പൊ നമ്മൾ 21 രൂപം പഠിക്കുന്നതിൽ 21 രൂപം പഠിച്ച ആളാണ് നിങ്ങൾ, ചോദ്യാർത്ഥാവും. അണ്ടർസ്റ്റാൻഡ് ഖുറാൻ പഠിച്ച ആളല്ലേ തസ്ലീന? അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ നമ്മൾ പഠിക്കുന്ന 3 എണ്ണം നാമങ്ങളാണ്, ബാക്കിയെല്ലാം ക്രിയാരൂപങ്ങളാണ്. ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ മഫ്ഊൽ, മസ്ദർ. ഇവരെല്ലാം നമ്മൾ പറയുന്നെങ്കിലും കർത്തൃനാമം, കർമ്മനാമം, ക്രിയാധാരം, ഇത് 3 അതൊക്കെ വാട്സപ്പ് ക്ലാസ്സിലാണെങ്കിൽ എവിടെയൊക്കെയോ പറയുന്നില്ല. ഇതെല്ലാം നാമങ്ങളും ബാക്കിയെല്ലാം ക്രിയകളുമാണ്. നമ്മളെ ക്രിയാധാതുവിനെ കൊണ്ട് പറയുന്ന പിന്നെ ക്രിയകള് സ്ത്രീലിംഗമായിട്ടാണ് വരിക. ക്രിയാധാതുവിനെ കൊണ്ട് പറയുന്ന ക്രിയകൾ സ്ത്രീലിംഗമായിട്ടാണ് വരിക. അല്ല, അങ്ങനെയൊന്നും നിർബന്ധമില്ലല്ലോ. എന്ന് പറയുന്ന അവിടെ തൻഫഉ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ ദിക്ര എന്നുള്ളത് സ്ത്രീലിംഗം ഉപയോഗിച്ച് എന്താണെന്നുള്ളതൊക്കെ തഫ്സീറിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. തഫ്സീർ ഇന്ന ദിക്ര എന്ന് പറഞ്ഞിടത്ത് തദ്കീർ എന്നാണ്. ദക്കിർ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഈ ഓർമ്മപ്പെടുത്തുക, അതിന്റെ വിശദീകരണമുണ്ട്. അത് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുക. ചില സംഗതികൾ പറയുമ്പോൾ ഖുർആനിൽ അതിന്റെ ആശയമാണ് പ്രസക്തം.
ഇവിടെ എന്തല്ല, വ്യാകരണം പ്രസക്തമല്ല. അപ്പൊ ദിക്റാക്ക്, അപ്പൊ ഞാൻ സെർച്ച് ചെയ്തത് ഇതാണ്. ദിക്റ എന്ന് പറഞ്ഞാൽ ജക്കറ യദ്കുറുവിന്റെ ദിക്റായുണ്ടോ? ജക്കറ യദ്കുറു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ക്രിയാതോട് ദിക്റുന്നല്ലേ? ജക്കറ യദ്കുറുവിന് ദിക്റ എന്ന് വരുന്നുണ്ട്. ജക്കറ യദ്കുറുവിന് ഇവിടെ പറഞ്ഞു വന്നിട്ടുണ്ട്. അതേ ഇത് ആ അമ്മജിയിൽ തന്നെ ദിക്റ എന്നത് ജക്കറ യദ്കുറുവിന്റെ ക്രിയാധാതുവായിട്ടും വന്നിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മ വരുന്നില്ല. അപ്പോ ഞാൻ സെർച്ച് ചെയ്തു, അതില് ഈ വിഷയത്തിൽ സെർച്ച് ചെയ്തപ്പോൾ ജക്കറ യുദക്കിറുവിന്റെ ക്രിയാധാതുവായിട്ടും ജക്കറ യദ്കുറുവിന്റെ ക്രിയാധാതുവായിട്ടും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ജക്കറ യദ്കുറുവിന്റെ ക്രിയാധാതുവാണ് ദിക്റ. ദിക്റ എന്നത് ജക്കറ യദ്കുറുവിന്റെ ക്രിയാധാതു. നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്കല്ല പോകുന്നത്, വേറെ വിഷയത്തിലേക്കാണ്. ജക്കറ എന്ന് പറഞ്ഞല്ലോ അവിടെ, ജക്കറ യുദക്കിറു. അപ്പൊ ജക്കിർ എന്ന് ട്രാൻസിറ്റീവ് ആയിട്ടാണ്, നീ ഓർമ്മപ്പെടുത്തൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്? അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം പിന്നെ ദിക്റ എന്നത് ഓർമ്മപ്പെടുത്തൽ ഉപകാരം ചെയ്യും എന്ന് പറഞ്ഞു. അന്ന യൗമഇദി യതദക്കറുൽ ഇൻസാനു യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്ന ലഹു ദിക്റ. അപ്പൊ അന്ന ലഹു ദിക്റയ്ക്ക് നമ്മൾ എന്താ അർത്ഥം പഠിച്ചത്? സുഹൃത്തുക്കൾ, അന്ന ലഹു ദിക്റ, ആ ഓർമ്മ അവൻ എങ്ങനെ പ്രയോജനം ചെയ്യും എന്നാണ്. അവിടെയൊക്കെ എന്താണ്, എല്ലാം തഫ്സീർ വെച്ചിട്ടാണ് ആശയം മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞു തോന്നുന്നു. ഒരാൾ പണ്ട് ഇവിടെ അരീക്കോലങ്ങാട്ടുള്ള ഒരു ടീം എന്ത് ചെയ്യുന്നുണ്ട്, ഖുറാൻ പരിഭാഷ. അപ്പൊ അവർക്ക് അറബിയും അറിയില്ല, ശരിക്ക് അറബിയുടെ ഗ്രാമറും അറിയില്ല. അപ്പോ ഇത് രണ്ടും അറിഞ്ഞാലും ഖുറാൻ പരിഭാഷപ്പെടുത്താൻ പറ്റില്ല. ഖുറാൻ പരിഭാഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? ഖുറാൻ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ അതിന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതനുസരിച്ച് അതുകൂടെ പഠിച്ചാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ, ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഖുർആൻ ഭാഷാപരമായി അറബി ഭാഷാപരമായി പഠിച്ച ആൾക്ക് ഖുർആൻ പരിഭാഷപ്പെടുത്താം. പക്ഷേ ഇയാള് ഇതിന്റെ സാഹിതീയ തലങ്ങളൊന്നും ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അതേസമയം ഖുർആൻ വ്യാഖ്യാതാക്കളാണെങ്കിൽ അവർ ഇതിനെ കൂലങ്കഷമായി പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അതിന്റെ സാഹിതീയമായ തലങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്നത് സാഹിതീയമായ തലത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ പഠിക്കുന്നത് സർഫ്, നഹ്വ് ഇത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബലാഗയുണ്ട്, എഴുമുൽ ബയാനുണ്ട്, അങ്ങനെ കുറെ സംഗതിയുണ്ട്. ഭാഷയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വേറെ. അപ്പൊ ഇതൊക്കെ അറിയുന്ന ആള് മാത്രമേ ഖുർആൻ വ്യാഖ്യാനിക്കൂ. അപ്പൊ അതിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറഞ്ഞാൽ അയാൾ ഖുർആൻ പരിഭാഷപ്പെടുത്തണമെങ്കിൽ അയാൾ ഖുർആൻ വ്യാഖ്യാനങ്ങൾ വായിച്ചിരിക്കും. ഒരു വ്യാഖ്യാനമല്ല, വ്യാഖ്യാനങ്ങൾ വായിച്ചിരിക്കും. അപ്പൊ ഭാഷാപരമായി എന്തായാലും അത് അയാൾ പഠിച്ചിരിക്കണം. ആ ഭാഷാപരമായി പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ സർഫ്, നഹ്വ് ഇത് മാത്രം പഠിച്ചാൽ പോരാ. പിന്നെ ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞിട്ട് ഭാഷാ ശൈലിയുണ്ട്, ഇത് നിർബന്ധമായും പഠിക്കണം. അതിന് ആ ബലാഗം മുതൽ അങ്ങോട്ട് പോവുകയാണ്. ബലാഗം എന്നാണ്. പിന്നെ അറൂന്ന് വേറെയുണ്ട്, അത് പൊയട്രിയാണ്. അത് പൊയട്രിയിൽ ചില കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ, അതിന്റെ പ്രാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അറൂന്ന്. പക്ഷെ അറൂന്നിലും ചില സംഗതികൾ ഖുർആനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ സാഹിത്യമായ ചില സംഗതികളൊക്കെ അതിൽ കാണും. അപ്പൊ അതാണ് അതിന് ഇങ്ങനെ രണ്ട് രീതിയിൽ വരാൻ കാരണം എന്നാണ് അത് വ്യാഖ്യാനത്തിൽ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഉദാഹരണം അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. ക്രിയാധാതു വേറെ വന്നിടത്തേക്ക് അവിടെ നോക്കുക. അവിടെ ക്രിയാധാതു നൗണായിട്ടും മസ്ദർ എന്താണ് മുദക്കറായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് കണ്ടപ്പോ ഒരു ഡൗട്ട് വന്നു, അതുകൊണ്ട് ചോദിച്ചു. ഇവിടെ കണ്ടപ്പോ ഇപ്പൊ തോന്നിയ ഡൗട്ടല്ലേ? അത് മനസ്സിലാക്കി ബാധിച്ചു നോക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. الله توفيق جدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد
وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خير. آمين آمين وإياكم. آمين. പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടില്ലെന്ന് തോന്നുന്നില്ല. നിങ്ങൾ അബ്ദുറഹ്മാനാണോ പറഞ്ഞത്? ജസാക്കല്ലാഹു ഖൈർ പറഞ്ഞാൽ ഷറഫുദ്ദീൻ. ഷറഫുദ്ദീൻ. ചോദ്യങ്ങൾ ഉത്തരവൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ചോദ്യങ്ങൾ ഉത്തരവൊന്നും പറഞ്ഞു കേട്ടില്ല. പറഞ്ഞായിരുന്നല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞത് പരീക്ഷ യഹ്സാൻ പോയ യഹ്സാൻ ഇപ്പൊ പെട്ടെന്ന് പോയെന്ന് തോന്നില്ല. യഹ്സാൻ യഹ്സാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോന്ന അബ്ദുറഹ്മാൻ സാഹിബ് ഒന്നും മിണ്ടാഞ്ഞെന്താ? അബ്ദുറഹ്മാൻ ടി പി എല്ലാരും പോയി പോയി എല്ലാരും പോയി പറഞ്ഞോട് പോയി. പോയി. അസ്സലാമു അലൈക്കും.